ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോட വോയിസ് ഡാ. നമ്മൾ കാണാൻ പോകുന്നത് ബോറുട്ടോ നാറുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 199, 200, 201, 202, 203, 204 ഇത്ര എപ്പിസോഡ്സാണ്. അപ്പോൾ കിട്ടില്ലം എപ്പിസോഡ്സ് ആണ്, പലതിൻ്റെയും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ്. അങ്ങനെ നമുക്ക് നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. നമ്മളുടെ കവാക്കിയുടെ കൈ നഷ്ടപ്പെട്ടു. നാറൂട്ടോ ആകെ കത്തി ജ്വലിച്ച് നിൽക്കാണ്. കവാക്കിയുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും മോയ ആയനെ. കാരണം അവന്റെ കൈ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആ ഒരു സയന്റിഫിക് നിഞ്ച ടൂൾ ആയതുകൊണ്ട് മാത്രം അത്രേ പോയുള്ളൂ. അവനത് പൊട്ടിച്ച് കളയാൻ പറ്റി. പക്ഷെ വേറെ ആരുടെയെങ്കിലും ആണെങ്കിൽ മൊത്തത്തിൽ കത്തി അങ്ങ് തീർന്നു പോയനെ. അങ്ങനെ ബോഡി ഫുള്ള് കത്തിപ്പോയനെ. അപ്പോൾ അത്രയും വലിയ ഇതിനാണ് നമ്മളുടെ കവാക്കി നമ്മളുടെ നാറൂട്ടോനെയും ഹിമവാരിനെയും രക്ഷിച്ചേക്കണേ. അതിൻ്റെതായ ഇത് നമ്മളുടെ നാറൂട്ടോയ്ക്ക് കവാക്കിയോട് വരാണ്. അങ്ങനെ ചെന്ന് നമ്മളുടെ ഡെൽറ്റയ്ക്ക് നല്ലൊരു പഞ്ച് കൊടുക്കുകയാണ്. തെറിച്ചടിച്ച് പെണ്ണ് കമന്ന് കുത്തിയൊക്കെ വീഴുന്നുണ്ട്. അവൾ ടൈറ്റ്സു സ്റ്റൈലാണ് ഇപ്പോൾ നാറൂട്ടോട് ചെയ്യാൻ നോക്കുന്നത്. കാരണം നാറൂട്ടോനോട് സ്പീഡ് വെച്ച് മോന്താൻ നിന്നാൽ നല്ല രീതിയിൽ മോന്തയ്ക്ക് കിട്ടും. കാരണം നാറൂട്ടോയ്ക്കാണ് സ്പീഡ് കൂടുതൽ. കവാക്കിയുടെ അവസ്ഥ കണ്ടിട്ട് നാറൂട്ടോയ്ക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഡെൽറ്റ വിട്ടു കൊടുക്കുന്നില്ല. ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ ഡെൽറ്റ വരാണ്. നീ ഞങ്ങളെ കൊല്ലാനാണോ പോകണമെന്ന് പറഞ്ഞ് നാറൂട്ടോയെ നോക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും പിന്നെയും പഞ്ച് ചെയ്ത് രണ്ട് സ്ഥലത്തോട്ട് പോയി വീഴാണ്. ടൈജുത്സു സ്റ്റൈൽ തന്നെയാണ് ഡെൽറ്റ നോക്കുന്നത്. അങ്ങനെ നമ്മൾ നാറൂട്ടോയ്ക്കും കുറച്ചധികം പരിക്ക് പറ്റുന്നുണ്ട്, ഡെൽറ്റയ്ക്കും കുറച്ചധികം പരിക്ക് പറ്റുന്നുണ്ട്. ഇവളുടെ മുഖത്തൊന്നും വായി നോക്കാൻ ബ്ലഡ് വരാൻ തുടങ്ങുകയാണ്. ബ്ലഡ് കണ്ടുവെങ്കിൽ രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് കവാക്കി നിൽക്കുന്നത്. കാരണം ഡെൽറ്റയുടെ പുറത്തുനിന്ന് ബ്ലഡ് കാണാൻ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നാറൂട്ടോ റസഗൻ യൂസ് ചെയ്യുന്നു, അവൾ ലേസർ ബീം യൂസ് ചെയ്യുന്നു. നാറൂട്ടോ റസഗൻ യൂസ് ചെയ്യുന്നു, അവൾ ലേസർ ബീം യൂസ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മളെ ഡെൽറ്റ വിചാരിക്കുകയാണ് ഇത് അബ്സോർബ് ചെയ്യാന്ന്. അങ്ങനെ നമ്മളുടെ ഡെൽറ്റ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നാറൂട്ടോ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ബിഗ് റസഗൻ കൊണ്ടുവരാണ്. ജൈൻറ്റ് റസഗൻ ആക്കാണ്, മെഗാ ആക്കാണ്, മാസീവ് ആക്കാണ്. അങ്ങനെ പല രീതിയിൽ റസഗൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫോം നാറൂട്ടോ അവിടെ എടുക്കുകയാണ്. കിടിലമായിട്ട് നാറൂട്ടോ ചക്ര അവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ രസംഗം കണ്ടിട്ട് നമ്മളുടെ പിള്ളേർ ഞെട്ടി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കവാക്കി. നമ്മളുടെ ബോറുട്ടോ ഓൾറെഡി നമ്മളുടെ മൊമോഷിക്കെ കൊല്ലുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഇതുപോലൊരു രസങ്ങൻ. അതുകൊണ്ട് തന്നെ ബോറുട്ടോയ്ക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. എന്നാലും ഒറ്റയ്ക്ക് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ഇതായിട്ട് തോന്നുന്നുണ്ട്. നാറൂട്ടോനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ബോറുട്ടോ പറയുമ്പോൾ കവാക്കി പറയണം, നീ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകരുത്. കാരണം നീ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ നിന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം നമ്മളുടെ നാറൂട്ടോയ്ക്ക് വരും. ഹൊക്കാഗെനെ നീ ബുദ്ധിമുട്ടിക്കാതെയെന്ന് എന്തോ ഒരു പ്ലാൻ ഹൊക്കാഗെ കണ്ടിട്ടുണ്ട് എന്ന് കവാക്കിക്ക് തോന്നുകയാണ്. അത് ബോറുട്ടോ പറയുന്നുണ്ട്. അവൾക്കൊരു ലിമിറ്റ് ഉണ്ട്. അതാണ് നാറൂട്ടോ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇത് നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത് ലിമിറ്റിന് മീറി പോകുക എന്നുള്ള സംഭവം. അപ്പോൾ അതെന്താണെന്ന് കവാക്കി ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒന്ന് കണ്ടു നോക്കാൻ പറയണം. അങ്ങനെ നമ്മളുടെ കവാക്കിയും ബോറുട്ടോയെ ശ്രദ്ധിക്കുന്ന ഓരോ സ്ഥലത്തേക്കാണ് ഡെൽറ്റയുടെ ഉണ്ട കണ്ണുകൾ. കാരണം അത് വലുതായി പുകയൊക്കെ വന്ന് പതുക്കെ അതങ്ങ് ബും. കാരണം നമ്മളുടെ ഡെൽറ്റയ്ക്ക് ആയിക്കോട്ടെ നമ്മളുടെ സാക്കുറനെ വെച്ച് പറഞ്ഞുതരാം. സാക്കുറയുടെ ഉള്ളിൽ ഒരു ചക്ര പോണ്ടുണ്ട്. അവളുടെ ഉള്ളിൽ ഇത്ര ചക്രയെ എടുക്കാൻ പറ്റുമോ അത്ര ചക്ര അവൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അതിനപ്പുറം പോകുമ്പോഴോ അതിൽ ഒരുപാട് താഴ്ന്നു പോകുമ്പോഴോ സാക്കുറയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുപോലെയാണ് ഡെൽറ്റയുടെ കാര്യം. അതായത് സ്വയം നശിക്കുന്നതിന് തുല്യമാണ് ചക്രക്ക് ഒരുപാടായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു മാസീവ് പ്രസംഗം വരുമ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ബുദ്ധി നമ്മളുടെ ഡെൽറ്റയ്ക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഡെൽറ്റ അത് മൊത്തം വിഴുങ്ങാൻ നോക്കുകയാണ്. പക്ഷെ വിഴുങ്ങാൻ വന്നതിൽ പെരുമ്പാമ്പ് ഇതിനെ വിഴുങ്ങിയതുപോലായി. കാരണം അത് അവളെ കൊണ്ട് പറ്റാത്ത സാധനമായിരുന്നു. എനിക്ക് മനസ്സിലായ അബദ്ധം മനസ്സിലാക്കി നമ്മളുടെ ഡെൽറ്റ പാഞ്ഞു വരുന്നുണ്ട്. നാറൂട്ടോ നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞിട്ട്. അതിനൊന്നും നാറൂട്ടോ വിട്ടു കൊടുക്കുന്നില്ല. ആ പ്രസംഗം തന്നെ എടുത്ത് അവളുടെ മണ്ടക്കടിച്ച് നമ്മളുടെ ഡെൽറ്റ എൻ്റെ കാര്യം ക്ലോസ്. അങ്ങനെ നമ്മളുടെ നാറൂട്ടോ ആ പ്രസംഗം എടുത്ത് പാഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മളുടെ ബോറൂട്ടോ പാടുന്നുണ്ട്, ജയിച്ചു നമ്മൾ ജയിച്ചു പറയും ബാക്ക്. അങ്ങനെ നമ്മളുടെ ബോറൂട്ടോയും കവാക്കിയും നമ്മളുടെ ഹിമവാരിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് നമ്മളെ നാറൂട്ടോയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ കണ്ടിട്ട്. നമ്മളുടെ കവാക്കി ആദ്യമായിട്ടാണ് ഇത്ര ക്ലോസ് ആയിട്ട് ഒരു കിടിലം ഫൈറ്റ് കാണുന്നത്. നമ്മളുടെ കവാക്കി പറയുന്നത് ഡെൽറ്റ അങ്ങനെ ഇങ്ങനെ മരിക്കുന്ന ആളല്ല, സൂക്ഷിച്ചു ഹൊക്കാഗെന്ന്. നാറൂട്ടോ നോക്കുമ്പോൾ ഡെൽറ്റ പതുക്കെ അനങ്ങാണ്. അവളുടെ ബോഡി ഹീറ്റ് ആവണം. എല്ലാവരും മാറിക്കോന്ന് നാറൂട്ടോ പറയുന്നുണ്ട്. എന്താ കാര്യമൊന്നും പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട് നാറൂട്ടോ. കാര്യമായി എന്ന് തന്നെ പറയാം, സ്വന്തമായിട്ട് ഡിസ്ട്രോയ് ചെയ്യാമായിരുന്നു. ഇത് നമ്മളെ ഹിഡൻ ഒരു പ്രാവശ്യം ചെയ്ത പോലെ. അന്ന് അക്കറ്റ്സുക്കിയെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ ഇന്നതേ കാറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. അതെല്ലാം കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് നമ്മളെ നാറൂട്ടോ, ബോറൂട്ടോ, ഹിമവാരി, അതുപോലെ തന്നെ നമ്മളുടെ കവാക്കി ഇവർ മാത്രമല്ല കോജിക്കിഷിയും ഇത്രത്തോളം ഈ ഫൈറ്റ് പോകുമെന്ന് പ്രതീക്ഷിച്ച കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് കോജിക്കിഷി പറയാണ്. അതിനുശേഷം ഇനി എന്ത് നടക്കുമെന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഡ്രോൺ വന്ന് പറന്ന് എന്തോ ഒരു ഇൻഫർമേഷൻ പറഞ്ഞ് അത് അതിൻ്റെ പാട്ടിന് പറന്ന് പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ വേറൊരു വില്ലേജ് കാണിക്കുകയാണ്. അവിടെ ഫുഡ് മൊത്തത്തിൽ പൊല്യൂട്ടഡ് ആയത്, വെള്ളം എയർ എല്ലാം പൊല്യൂട്ടഡ് ആയത്. അത് മാത്രമല്ല ഡാർക്ക് ക്ലൗഡ് ടെക്നിക്ക് ആ വില്ലേജിന് ചുറ്റും ഒരു ബാരിയർ പോലെ ആരോ യൂസ് ചെയ്തേക്കുന്നു. അതൊരു പാവപ്പെട്ട വില്ലേജാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നം അവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോഴത്തേക്കും എന്താണ് ഈ ഒരു പ്രശ്നവും കൂടെ ആകുമ്പോൾ ഇതൊരു കേസ് മാർക്ക് പോലെയാണ്. ഇവർക്കൊരു ശാപം പിടിച്ച വില്ലേജ് ആയിട്ടാണ് ഇവർ ഇതിനെ തന്നെ കാണുന്നത്. കാരണം മണ്ണിൽ ഒരു വിത്ത് കൊണ്ടിട്ട് അതുപോലും പഠിക്കത്തില്ല. അമ്മാതിരി സ്ഥലവും
എന്നും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോൾ അവിടെ ഒരു പെങ്കൊച്ചു വന്ന് പറയണ, അങ്ങനെ പറയരുത് കക്കൂഷി, കാരണം ആരെങ്കിലും വരും, ആരും വരാതിരിക്കില്ലല്ലോ, ആരെങ്കിലും വന്ന് നമ്മളുടെ വിഷമം അറിഞ്ഞ് അവർ സഹായിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും നടക്കാൻ പോകില്ല, നീ ചുമ്മാ ഇനിയും ഇങ്ങനെ പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബോറോ വരുന്നത്. അങ്ങനെ ബോറോ വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾക്ക് എന്താവശ്യമോ അത് ഞാൻ ചെയ്തു തരാമെന്ന്. അവിടത്തേക്ക് ഇനോറിയും വരികയാണ്. ഇനോറി പറയാണ്, നിങ്ങളെ വിശ്വസിക്കേ, ബോറോ നിങ്ങളുടെ ദൈവമാണ് എന്ന രീതിയിലൊക്കെ. അപ്പോൾ അത് കേൾക്കുന്നതും കൊക്കൂഷിക്ക് ഭയങ്കര എന്തോ ഒരു ഇത് തോന്നാണ്. എന്തുകൊണ്ട് തന്നെ ബോറോ ചെയ്യുന്നതിന് സമാധാനമായിട്ട് നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ ബോറോ കൈവച്ച് കൊക്കൂഷിയുടെ ആ ഒരു അസുഖം അങ്ങനെ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഈ ഒരു ഡാർക്ക് ക്ലൗഡ് ടെക്നിക്ക് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം വിഷമാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ബോറോ നമ്മളുടെ ഇവൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയാണ്. അതിനുശേഷം കൺഷി എന്ന് പറയുന്ന ഒരു ചെറുക്കൻ്റെ അടുത്ത് നിന്നും അത് എടുക്കുന്നുണ്ട്. അതുകൂടെ കാണുമ്പോൾ വില്ലേജേഴ്സിന് മൊത്തത്തിൽ വിശ്വാസം, ബോറോ ദൈവം തന്നെ, അയാളെ കൊണ്ട് പറ്റും, അയാളാണ് ഇവർക്ക് രക്ഷിക്കാൻ വന്നേക്കുന്ന ആൾ. അയാളൊന്ന് വിരലിനൊടിച്ചതും ഈ ടെക്നിക്ക് ഫുൾ ഇറൈസ് ആവുകയാണ്. ഏറ്റവും കൊച്ചുപനായിട്ടുള്ള കൺഷിയാണ് ആദ്യം തന്നെ മുട്ടുകുത്തി ബോറോയുടെ മുമ്പിൽ വീഴുന്നത്. കാരണം അവൻ അത്രത്തോളം ചെറുപ്പമായിരുന്നു, അത്രത്തോളം വേദന ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയത് ബോറോയാണ്. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മളുടെ കക്കോഷിയും എല്ലാവരും ബോറോനെ വണങ്ങാണ്. അതിനുശേഷം ബോറോ എന്ത് ചെയ്യാണ്, അവൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. ഒരു ദൈവത്തിനെ പോലെ താൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് അയാൾ വിചാരിക്കുന്നത്. അയാൾ നേരെ പോകുമ്പോൾ കോഡ് വരാണ്. കോഡ് വന്ന് പറയാണ്, തന്നെ മെയിൻ്റനൻസിനായിട്ട് അമ്മയുടെ വിളിച്ചു, വരുന്നോ എന്ന് ചോദിക്കാനല്ല ഞാൻ വന്നത്, വരണോ എന്ന് പറയാനാണ്, മര്യാദയ്ക്ക് വാ എന്ന രീതിയിൽ പറഞ്ഞേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കോഡും എവിടെയും കണ്ടപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മളുടെ കോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ബോറോ വന്നിട്ടുണ്ടായിരുന്നു മെയിൻ്റനൻസിനെന്ന്. അപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലയെന്ന്. അതുകൊണ്ട് തന്നെ ബോറോനെ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ കോഡ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ ബോറോനെ ഇങ്ങനെയിട്ട് ചൊറിയാണ് കോഡ്. അത് മനസ്സിലാക്കിയ ബോറോ, നീ എന്നെ ചൊറിയും നോക്കുകയാണല്ലേ, എന്നോട് ഒരു ബഹുമാനം ഇല്ല നിനക്ക് എന്ന രീതിയിൽ പറഞ്ഞ് അടുത്ത് വരാണ്. ഓഹോ ഇപ്പം എന്നെ പിടിച്ച് കൊല്ലും, തിന്നുവോ എന്ന രീതിയിലാക്കുന്നതോടെ ബോറോ വിടുകയാണ്, എന്തോ ഓർത്ത് പേടിച്ച്. നമ്മളുടെ കോഡ് ജിഗനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാവണം. അങ്ങനെ നമ്മളുടെ ജിഗനെ കാണിക്കുകയാണ്. ജിഗൻ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിപ്പുണ്ട്. എല്ലാവരുടെയും കാര്യം ചോദിക്കുമ്പോൾ ഡെൽറ്റയുടെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ലെന്ന കാര്യം അമഡോ പറയുന്നുണ്ട്. അതേസമയം ഡെൽറ്റനെ കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മളുടെ അമഡോനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അമഡോ പറയണേ, ഇല്ല, നമ്മൾ ഇതിനുള്ള ഇതെല്ലാം മുമ്പേ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം നമ്മളെ കവാക്കിനെയാണ് കാണിക്കുന്നത്. കവാക്കി ആണെങ്കിൽ കൈ പോയിട്ട് കിടക്കാണ്, ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. നമ്മളുടെ നറൂട്ടോ പറയണേ, എങ്ങനെയും കവാക്കിയുടെ കൈ റിക്കവർ ചെയ്ത് കൊടുക്കണം കട്ടസുക്കെന്ന്. കട്ടസുക്കെ പറയാണ്, കുറച്ച് ദിവസം എടുക്കും എന്തായാലും റിക്കവർ ചെയ്തെടുക്കാൻ, അതുകൊണ്ട് പുതിയൊരു കൈ ഉണ്ടാക്കാവുന്നത് മാത്രമേ ഇതുള്ളൂ. ഇവരുടെ ടെക്നിക്ക് കാറേടത് വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവന് റീജനറേറ്റ് ആവാൻ ചിലപ്പോൾ അവർ വിചാരിച്ചാൽ പറ്റുമായിരിക്കുമെന്ന്. അപ്പോൾ നറൂട്ടോ പറയണേ, ഇപ്പോൾ അതിന് പറ്റൂലല്ലോ, എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഉണ്ടാക്കിയ ഒരു കൈ ഇല്ലേ, ഒരു സയൻറ്റിഫിക് നിഞ്ചായിട്ടുള്ള, അത് ഇവന് കൊടുക്കാൻ പറയാണ്. അപ്പം നമ്മളുടെ കട്ടസുക്കെ പറയാണ്, അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം അത് നറൂട്ടോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, നറൂട്ടോയുടെ ചക്രയാണ് അതിലോടുന്നത്. അപ്പം നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് പോലും അത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കത്തില്ല, 50% ചാൻസ് ഉള്ളൂ ബൊറൂട്ടോയ്ക്ക് പോലും സെറ്റ് ആവാൻ. അപ്പോൾ കവാക്കിക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ നറൂട്ടോ പറയണം, നീ എടുത്തിട്ട് വാ, നമുക്ക് നോക്കാം, ഒരു കാര്യമുണ്ടെന്ന്. അങ്ങനെ നമ്മളുടെ കട്ടസുക്കെ ആ കൈ കൊണ്ടുവന്ന് നറൂട്ടോടെ കൊടുക്കുന്നുണ്ട്. നറൂട്ടോ അത് കവാക്കിയുടെ കയ്യിൽ ചേർത്ത് വെച്ചിട്ട് നറൂട്ടോയുടെ ചക്ര കവാക്കിയുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നിട്ട് നറൂട്ടോ ഒരു ക്ലോണിനെ പോലെ അതിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് കവാക്കിയുടെ കൈ മാത്രം കവാക്കിയുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ നറൂട്ടോയുടെ ദേഹത്തിനായിരിക്കും ചക്ര പോകുന്നത്. ഇത് ഷാഡോ ക്ലോൺ ടെക്നിക്കിന് സിമിലർ ആണ്. അപ്പോൾ ഇത് കണ്ട ബൊറൂട്ടോ, വാവ് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നിൽക്കുകയാണ്. നമ്മുടെ ബൊറൂട്ടോ പറയണോ, അയ്യോ ഇത് കണ്ടിട്ട് എനിക്ക് കൊത്തിയാവുന്നു ഇത് വെക്കാനായിട്ട്, ഞങ്ങൾ ഒരു ദിവസം ഇത് വെക്കാനായിട്ട് നോക്കുമെന്ന്. പിന്നെന്താ ഇപ്പം തന്നെ നിനക്ക് വെച്ചുതരാം, നീ എൻ്റെ കൈ കൊണ്ട് കൊണ്ടു, ഞാൻ തല്ലി പൊടിച്ചിട്ട് ഞാൻ നിനക്ക് വെച്ചുതരാടാന്ന രീതിയിൽ കവാക്കി പറയണം. അയ്യോ ഇത് ശരിയാണല്ലേ, ഒറിജിനൽ കൈ പോവല്ലേ ഇത് വെച്ചാലെന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയുമ്പോൾ, പിന്നെ ഇല്ല ഒറിജിനൽ കൈയാണ്, അത് മൂന്നാമതൊരു കൈയായിട്ട് വെക്കാം. അയ്യോ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞിരുന്ന ബൊറൂട്ടോ പറയുമ്പോൾ കവാക്കി പറയണേ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നിൻ്റെ കൈ കൊണ്ടോ ഞാൻ പൊടിച്ചു തരാമെന്ന്. അയ്യോ വേണ്ടാന്ന് പറഞ്ഞ് ബൊറൂട്ടോ ഓടാൻ തുടങ്ങാണ്. അത് കണ്ട് നറൂട്ടോയും കട്ടസുക്കെയും നമ്മളുടെ കവാക്കിയും ഒക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കവാക്കിക്ക് നമ്മളുടെ കാറ് ചെയ്തതിനേക്കാൾ എന്തോ വലിയ കാര്യം നമ്മളുടെ നറൂട്ടോ ചെയ്തതുപോലെ തോന്നാണ്. കാരണം നറൂട്ടോയുടെ അടുത്ത് ഇപ്പോൾ ഒരു അച്ഛൻ്റെ സ്നേഹവും അതുപോലെ തന്നെ ഒരു നറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യണം ആ ഒരു കരുതലും ഒക്കെ കവാക്കിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര നാൾ അങ്ങനെ അല്ലായിരുന്നു, നറൂട്ടോ പ്രൊട്ടക്ട് ചെയ്യട്ടെ എന്നായിരുന്നു. ഇപ്പോൾ നറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യാൻ നറൂട്ടോൻ്റെ സ്നേഹമൊക്കെ നമ്മളുടെ കവാക്കിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ അമനോനെയും ബോറോനെയാണ് കാണിക്കുന്നത്. എന്നെ എന്തിനാണ് വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മെയിൻ്റനൻസിനായിട്ടാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നമ്മളുടെ അമനോ പറയണം. എനിക്ക് പണ്ടേ കുഴപ്പമൊന്നുമില്ല, എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് നമ്മളുടെ അമനോടും ചോദിക്കണം. ഒന്നുമില്ലടാ ചുമ്മാ വിളിച്ചു എന്നേ ഉള്ളൂ, എന്തു ദേഷ്യമാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അവിടത്തേക്ക് ഡ്രോൺ പറന്നു വരുന്നത്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആര് നിൽക്കുകയാണ്, ബോറോ നിൽക്കുകയാണ്, എന്തോ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു ഡ്രോൺ വന്നിട്ട് അവിടെ സെൻറ്റർ ഒരു പോർഷനിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് വേറൊരു പെട്ടി തുറന്ന് ഡെൽറ്റ ദേ ഇറങ്ങി വരുന്നു.
കൺഫ്യൂഷൻ വരും, എനിക്ക് മനസ്സിലായി. ഈ ഡ്രോണിനുള്ളിലുള്ളത് ഡെൽറ്റയുടെ ഓർമ്മകളാണ്. ആ ഓർമ്മകളും ശക്തിയും എല്ലാം കൂടെ ഇപ്പോഴത്തെ പുതിയ ഒരു ബോഡിക്ക് കൊടുക്കുകയാണ്. ആ ബോഡി ഡെൽറ്റയുടെ ബോഡി തന്നെയാണ്, ഡെൽറ്റയുടെ ശരീരം തന്നെയാണ്. മറ്റേ ശരീരം അവിടെ വെച്ച് നശിച്ചു പോയി. ഇത് രണ്ടാമത്തെ ശരീരം. അതിനുള്ളിലേക്ക് ഇതെല്ലാം കൂടെ കയറ്റുമ്പോൾ പഴയ ഡെൽറ്റ പോലെ തന്നെ ആയിട്ട് ഇത് തിരിച്ചു വരാണ്. എന്നെ കൊന്നത് നാറുട്ടോ ഉസ്മാക്കി, അവിടുത്തെ ഹൊക്കാഗെയാണെന്ന് പറഞ്ഞ് അവൾ ചാടി എന്നിട്ട് വരാണ്. അയാളാണ് കൊന്നേ, നീ എന്താ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ബോറ കളിയാക്കാണ്. ഡെൽറ്റ പറയുന്നുണ്ട്, ഇതേൻ്റെ കളവ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, വാക്സ് അയക്കാനല്ലേ നിങ്ങൾ വന്നേ. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, നീയല്ലേ ചത്തിട്ട് എഴുന്നേറ്റ് വന്നെന്ന രീതിയിൽ പറയാണ്. എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഡെൽറ്റ ഒരു പഞ്ച് കൊടുക്കുകയാണ്. എന്നാലും അതിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നൊന്നുമില്ല, അവൾ മാറ്റി തന്നെ പഞ്ച് ചെയ്യാണ്. കാരണം അവൾക്ക് നല്ല പേടിയാണ് ബോറോനെ. അങ്ങനെ മര്യാദയ്ക്ക് വാന്ന് നമ്മളുടെ ബോറോ പറയുന്നുണ്ട്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ, ജിഗൻ തിരക്കുന്നുണ്ട് ഡെൽറ്റ നിന്നെന്ന് പറഞ്ഞതോടെ ഡെൽറ്റ ജിഗൻ്റെ അടുത്തേക്ക് പോവാണ്. ജിഗൻ കണ്ടതും പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ വിളയരുതെന്ന്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കോജി കിഷിയുടെ വാക്ക് കേൾക്കാൻ. അയാളുടെ വാക്ക് കേൾക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ആ ഒരു നാറൂട്ടോയുടെ കൈ കൊണ്ടാണ് ഞാൻ മരിച്ചത്. അവൻ്റെ കയ്യിൽ കുറാമയുണ്ട്, അത് എത്രത്തോളം പവർഫുൾ ആണെന്നറിയോ? അത് ഭയങ്കര പവർഫുള്ളാണ്. അതിൻ്റെ മുമ്പ് അങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന കാര്യം തുടങ്ങി എല്ലാം നമ്മളുടെ ഡെൽറ്റ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പറയാണ്, ആ കോജി കിഷി അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാണ്. എന്ത് ഒബ്സർവ് ചെയ്യാണെന്ന് ചോദിക്കുമ്പോൾ കർമ്മ ഒബ്സർവ് ചെയ്യാണെന്ന് പറയാണ്. കർമ്മയോ? അവിടെ നമ്മളുടെ കവാക്കി കർമ്മ എടുത്തു എന്ന് ചോദിച്ചാൽ അതെ, ഹിമവാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വരെ കർമ്മ എടുത്തു എന്ന് പറയാണ്. ഹിമവാറി ആരാന്ന് ചോദിച്ചാൽ നറൂട്ടോയുടെ ഇളയ മോളാണെന്ന് പറയാം. കവാക്കി അപ്പോൾ അത്രയ്ക്കും ദയാലും ഒക്കെ ആയോ? അല്ല, ഹിമവാറിക്ക് എന്താ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ അവൾക്ക് പ്രത്യേകതയില്ല. ബൊറൂട്ടോ അവന് കർമ്മയുണ്ടെന്ന് പറയണ. എന്ത്, ബൊറൂട്ടയ്ക്ക് കർമ്മയോ? അത് നന്നായി എന്നിവിടെ ജിഗൻ പറയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടുവാണെങ്കിലും നമ്മളുടെ ജിഗൻ മാത്രം എന്തോ ഒന്ന് പുതിയത് കണ്ട് ചിരിക്കുകയാണ്. മൊമോഷിക്ക് നിൻ്റെ പ്ലാൻ ഇതായിരുന്നു, എനിക്ക് മനസ്സിലായടാ എന്ന രീതിയിലാണ് ജിഗൻ നിൽക്കുന്നത്. അത് പറയുന്നുണ്ട്, എനിക്ക് കാണണം, കവാക്കിനെയും കാണണം, ബൊറൂട്ടോനെയും കാണണം എന്ന് നമ്മളുടെ ജിഗൻ പറയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നറൂട്ടോയാണ്. ഹൊക്കാഗെ മാൻഷനിലെ നറൂട്ടോ ഷിക്കമാറുവും സാസ്കയായിട്ട് സംസാരിക്കുകയാണ്. കവാക്കിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഷിക്കമാറു പറയുന്നുണ്ട് കവാക്കിനെ വീട്ടിൽ നിർത്തണോ എന്ന്. അപ്പോഴത്തേക്ക് നറൂട്ടോ പറയാണ് നിർത്താം, കുഴപ്പമില്ല എന്ന്. അത് തന്നെയാണ് സാസ്കി പറയുന്നത്. ഇവിടെ നമ്മളുടെ കവാക്കി ഇതിൽ കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലവും ഇല്ല. കാരണം കുറാമയൊക്കെ ഉള്ളത് കൊണ്ട് നറൂട്ടോയുടെ വീട്ടിൽ തന്നെയാണ് അവൻ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ളത്. പിന്നെ ഞാനും ഇവിടെ നിൽക്കാവുന്ന രീതിയിൽ സാസ്കി പറയാണ്. നറൂട്ടോയും സാസ്കിയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചാൽ ഇനി ആനെ വലിച്ചാലും മാറില്ലെന്ന് മനസ്സിലാക്കിയ നമ്മളുടെ ഷിക്കമാറു പോയിട്ട് കൊനഹമാറിനോട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പ്രൊട്ടക്ഷൻ കൊടുക്കണം ഉസ്മാക്കി ഹൗസിനെ എന്ന്. അതായത് നറൂട്ടോയുടെ വീട്ടിനെ, ഉസ്മാക്കി വീട്ടിനെ നമ്മളുടെ കൊനഹമാറും ഒരാളും കൂടെ പോയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതെങ്ങനെ, എവിടെയൊക്കെയാണെന്ന് നിനക്ക് തീരുമാനിക്കാം. അതിലെന്ത് ചെയ്യണമെന്നും നിനക്ക് തീരുമാനിക്കാം. എന്തായാലും നീ ആയിരിക്കും ഇതിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത്. മുഗിനോടെ കാര്യം മറക്കാനും നിനക്ക് ഇതൊരു നല്ല അവസരമായിരിക്കും കൊനഹമാറു എന്ന് നമ്മളുടെ ആര് പറയാണ്? ഷിക്കമാറു പറയണം. നമുക്കറിയാം ബിഗ് ബ്രദർ എന്ന് പറഞ്ഞാൽ കൊനഹമാറിന് ജീവനാണ്. നറൂട്ടോയ്ക്ക് ഒന്നും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. കവാക്കി അനങ്ങൂല എന്ന രീതിയിൽ കൊനഹമാർ ധൈര്യമായിട്ട് യെസ് സാർ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കോജി കിഷി എല്ലായിടത്തും നമ്മൾ കവാക്കിനെ ഒബ്സർവ് ചെയ്യാണ്. നമ്മളുടെ കവാക്കി ആണെങ്കിൽ നറൂട്ടോനോടും ബൊറൂട്ടോനോടും അത്യാവശ്യം കമ്പനി ആവുന്നുണ്ട്. നമ്മളുടെ കവാക്കി ചോദിക്കുകയാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ ഇത്രയധികം പ്രൊട്ടക്ട് ചെയ്യുന്നത്? എൻ്റെ ആവശ്യമുണ്ടോയെന്ന്. നാറൂട്ടോ പറയണേ, ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അന്ന്. അപ്പോൾ നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ അല്ലാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, അല്ല നിന്നെ ഒബ്സർവ് ചെയ്യാൻ അങ്ങനൊന്നും അല്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് പറയാണ്. അത് കേട്ട് ബൊറൂട്ടോയും തലയാട്ടാണ്. അതോടെ നമ്മളുടെ കവാക്കി മനസ്സിലാവുന്ന തീരുമാനിക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ വന്നാലും ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറൂല, ഇയാളുടെ കൂടെ തന്നെ ഞാൻ നിൽക്കും, അതാണ് എനിക്കും സേഫ് എന്നത്. ഇപ്പോൾ ഒരു ഫാമിലി പോലെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസം നറൂട്ടോ ഉറങ്ങുന്ന സമയം ആ കൊട ഒട്ടിക്കാണ് കവാക്കി. മറ്റേ കൈക്ക് ചക്ര ഇപ്പോൾ നറൂട്ടോ ഉറങ്ങുന്നതായതുകൊണ്ട് തന്നെ അതില്ലാത്തതുകൊണ്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ദിവസം നമ്മളുടെ കവാക്കി നറൂട്ടോയുടെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ട്രെയിനിങ്ങിൽ നമ്മുടെ കവാക്കിനെ നറൂട്ടോ നമ്മുടെ ബൊറൂട്ടോനെ എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നോ അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ബേസിക് ആണ്. ഷുറിങ്കൻ ട്രെയിനിങ് ഒക്കെ നോക്കുമ്പോൾ ഒട്ടും തന്നെ പറ്റുന്നില്ല, ടാർഗറ്റ് കൊള്ളുന്നില്ല. അവനാണെങ്കിൽ കർമ്മ യൂസ് ചെയ്യുമ്പോൾ അത് കൊള്ളുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്തപ്പോൾ കൊള്ളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബൊറൂട്ടോ നിൽക്കണം. ഇതന്നെയാണ് നാറൂട്ടോയും പറയുന്നത്. കാരണം നീ ചക്ര ഉപയോഗിക്കും, ഒരു സമയത്ത് നിനക്ക് ചക്രയുടെ വില മനസ്സിലാകും. അന്ന് നീ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും ഇപ്പോൾ കർമ്മ യൂസ് ചെയ്തതിൽ. ഇതുകൊണ്ട് നീ ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ച് കർമ്മ അല്ലാതെ ചക്ര യൂസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പരമാവധി കവാക്കി ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. ബേസിക് പോലെ നമ്മുടെ ഹിമവാറിനേക്കാളും താഴെ നിൽക്കുകയാണ് കവാക്കി. അതേസമയം സാസ്കി ചിലോറി ട്രെയിനിങ് സറാഡയ്ക്ക് കൊടുക്കുന്നത് കാണിക്കുകയാണ്. ഒരു വാട്ടർ നമ്മുടെ വാട്ടർഫോളിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ വാട്ടർഫോൾ ബ്രേക്ക് ചെയ്താണ് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെള്ളം തടഞ്ഞു നിൽക്കുക.
നിൽക്കണം കുറച്ച് നേരത്തേക്ക് ചിഡോറി ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രഷറാണ് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത്, അത് ബാലൻസ് ചെയ്യണം. സാസ്കി ചെയ്യുന്നത് കണ്ട് തന്നെ ഷോക്കായി നിൽക്കുകയാണ് സറാഡ. ഇത് നമ്മളുടെ സാസ്കിക്ക് കക്കാശി പറഞ്ഞു കൊടുത്തതാണ്. ഇനി ഞാൻ നിനക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് നീ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മളുടെ സാസ്കി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളുടെ ബോറോയും ഇതുപോലെ നമ്മളുടെ നറൂട്ടോനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തന്നെ ഇങ്ങനെ ചെയ്തന്നെ എന്നൊക്കെ പറയാണ്. അതുപോലെ നീ വിചാരിക്കുന്ന പോലുള്ള ആളല്ല നറൂട്ടോ എന്ന് നമ്മളുടെ കോഡ് പറയണം. ഇപ്പോൾ ഇവരുടെ ആവശ്യം കവാക്കിനെ കിട്ടുക എന്നുള്ളതാണ്. കവാക്കി ആണെങ്കിൽ ഇവിടെ കട്ട് ട്രെയിനിങ്ങിലാണ്. ഇത് കണ്ട മിത്സുക്കിയും എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇവൻ കൃത്യമായിട്ട് ചെയ്യുമെന്ന്. അവൻ ഒരുവിധം ഒപ്പിച്ചെടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. നാറൂട്ടോ പറയുന്നുണ്ട് പൊളിച്ചടിക്കുന്നു. അതിനുശേഷം സറാഡ ചിഡോറി എടുത്ത് അടിച്ച് തെറിച്ചടിച്ചു എന്ന് വെള്ളത്തിൽ വീഴാണ്. സാസ്കിക്ക് എന്തോ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ട് സാസ്കി അങ്ങോട്ട് പോയി നോക്കാനായിട്ട് അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് എന്തിയാണ് സാസ്കി പോവാണ്. അതിനുശേഷം നമ്മളുടെ ബോറൂട്ടിനെ കാണിക്കുകയാണ്. ബോറൂട്ടോ പിന്നെയും ഷിനോബി കാർഡ് എടുക്കുമ്പോൾ നമ്മളുടെ ബോറൂട്ടോയ്ക്ക് കിട്ടുന്ന ആർട്ടിഫാക്റ്റായ നമ്മളുടെ നാറൂട്ടോയുടെ. അങ്ങനെ ബൊറോട്ടോ ക്രിഞ്ചടിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ സറാഡ ആ വഴി പോകുന്നത്. സറാഡ സത്യത്തിൽ ഭയങ്കര വിഷമിച്ചാണ് പോകുന്നത്. മിത്സുക്കി പറയുന്നുണ്ട് കാര്യമായിട്ട് എന്തോ കാര്യമുണ്ടെന്ന്. അതേസമയം എല്ലാ പിള്ളേരും നിഞ്ചാക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ഹൊക്കാക്കയുടെ ഹൊക്കാക്കയുടെ ഫോട്ടോ ആർക്ക് കിട്ടിയേക്കാണ്, നമ്മളുടെ കവാക്കി കിട്ടിയേക്കാണ്. നമ്മളുടെ കവാക്കി ആണെങ്കിൽ അത് നോക്കിയിട്ട് ഇതാരാ എന്ന് നോക്കുമ്പോൾ നാറൂട്ടോയുടെ അച്ഛനാന്ന രീതിയിൽ പറയാണ് യെല്ലോ ഫ്ലാഷ്. കവാക്കി ആണെങ്കിൽ അങ്ങനെയോ എനിക്കത് വേണ്ട, ഇത് ബൊറൂട്ടോയുടെ കയ്യിരിക്കുന്ന നാറൂട്ടോ നമ്മളുടെ 7th ഹൊക്കാഗിയുടെ ഫോട്ടോ മതി, എനിക്ക് അത് താടാന്ന് പറയാണ്. അപ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യാണ്, അത് കൊടുത്തിട്ട് ഇത് വാങ്ങണം. കാരണം ഇത് കൂടുതൽ റെയർ എഡിഷനാണ്. അവൻ തന്നെ ഓർക്കുന്നുണ്ട് കവാക്കി, അതായത് ഹൊക്കാഗെ എപ്പോഴും നമ്മളുടെ കൂടെയാണ്, ഹൊക്കാഗെനെ ഞാൻ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം, എനിക്ക് എപ്പോഴും ഹൊക്കാഗെ മതി എന്ന രീതിയിൽ നമ്മളുടെ കവാക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഡബിൾ ഹാപ്പി, കാരണം അവൻ്റെ കുറേ ഉണ്ട് നാറൂട്ടോയുടെ ഫോട്ടോ, അതുകൊണ്ട് നാറൂട്ടോയുടെ കാർഡും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുക. അപ്പോഴത്തേക്കും കവാക്കി ആണെങ്കിൽ അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ആ ജാറിൽ വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും വെള്ളം ലീക്കാവുകയാണ്. അങ്ങനെയാണ് കവാക്കി ശ്രദ്ധിക്കുന്ന ഒരു കുഞ്ഞി മിണിമണി പീസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും തപ്പി പിടിക്കാനായിട്ട് നമ്മളുടെ കവാക്കി തീരുമാനിക്കും. അങ്ങനെ നമ്മളുടെ കവാക്കി എന്ത് ചെയ്യാണ്, അവിടെ മുഴുവൻ കിടന്ന് നോക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ കുറാമ വന്ന് ചോദിക്കുകയാണ് നാറൂട്ടോ ഉറങ്ങുകയാണ്. നീ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, നിന്നെ കൂടുതൽ നേരം നോക്കാൻ എനിക്ക് വയ്യ, എന്നാലും കുഴപ്പമില്ല ചെക്ക് ഉറങ്ങുകയാണ്. നാറൂട്ടോ സംസാരിക്കുന്നത് പോലെ സോഫ്റ്റായിട്ടും സ്വീറ്റായിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് അറിയോ, ഞാൻ നിന്നോട് പറയാണ് നീ പോയി അവിടെ ഇരുന്നില്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ കൊല്ലും. നാറൂട്ടോ നിന്നെ പുറത്ത് വിടുമായിരിക്കും. കാരണം അവൻ്റെ ചെറുപ്പത്തിലും അവൻ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതൊക്കെ തന്നെയാണ് അവനും ആഗ്രഹിച്ച്. അവൻ്റെ കുഞ്ഞിലെ അവനെ അടുത്ത് ആരും മിണ്ടൂലായിരുന്നു. ആ ക്യാമ്പിൽ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നെങ്കിലും ഞാൻ അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനൊരു മോൺസ്റ്റർ അല്ലേ, അതുകൊണ്ട് അവനെ മോൺസ്റ്ററായിട്ടായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. നാറൂട്ടോ പണ്ട് മുതലേ ഒറ്റപ്പെട്ട ഒരാളായിരുന്നു. എല്ലാവരെയും സഹായിക്കണമെന്നൊരു എണ്ണം അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവൻ എന്താണ് വലിയതൊന്നും ഇല്ല നിൻ്റെ കാര്യത്തിൽ ചെയ്യുമ്പോഴും. കാരണം അവൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും അവനോട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല, എനിക്ക് അത്ര വലിയ സോഫ്റ്റ് ഹാർട്ടൊന്നും ഇല്ല. പക്ഷേ ഇവനെ അങ്ങനെയൊന്നും അല്ല. എന്നെ കൺമുന്നിൽ ഞാൻ കണ്ടതാണ് ഇവൻ്റെ മനസ്സ് നിന്നെ കണ്ടപ്പോൾ ഫില്ലാവുന്നത്. ഇതുവരെ അവൻ്റെ മനസ്സ് ഫില്ലായി വന്നുകൊണ്ടിരുന്നത്, അവൻ്റെ ലൈഫ് ഫുൾ എനിക്കറിയാം. അപ്പോൾ നിനക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാറൂട്ടോ മനസ്സറിഞ്ഞ് കണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാണ്, അവന് കല്ലും ഭദ്രവും എന്നുള്ള സ്നേഹം അല്ല എന്ന് പറയണം. അപ്പോൾ കൈ കൊടുത്തത് നോക്കുകയാണ്, ഒരു ഷാഡോ ക്ലോൺ ഉണ്ടാക്കുന്ന ചക്ര നാറൂട്ടോ കവാക്കിക്ക് കൊടുക്കുകയാണ്. അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്, അത് കവാക്കി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നാറൂട്ടോ അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നോയേ ഇല്ല. അമ്മ പറയാണ് ഇപ്പോൾ നീ ആ കൈ എടുത്ത് വെച്ച് നോക്ക്, ഇപ്പോൾ കൈ എടുത്ത് വെച്ച് നോക്കിയാലും നിന്റെ ദേഹത്ത് നാറൂട്ടോയുടെ ചക്ര ഓടുന്നുണ്ട്. കാരണം നീ ഒരിക്കലും വീക്കായിട്ട് ചക്രയില്ലാത്ത വീഴ്ന്നു പോകാൻ പോകുന്നില്ല. നീ ഒന്ന് ഫീൽ ചെയ്ത് നോക്ക്, ഇപ്പോഴും നിന്റെ ഉള്ളിൽ ആ ചക്ര ഇല്ലേ എന്ന്. അത് ഓർക്കുമ്പോൾ കവാക്കിക്ക് ഭയങ്കര സങ്കടം വരികയാണ്. ഉറക്കത്തിൽ പോലും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധ മനസ്സിൽ നാറൂട്ടോ കുറച്ച് ചക്ര നമ്മുടെ കവാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡെൽറ്റ ആയിട്ട് നടന്ന ഫൈറ്റ് ഇല്ലേ, അതിൽ ഒരുപാട് ചക്ര നമ്മളുടെ നാറൂട്ടോ ഉപയോഗിച്ചെന്നും കൂടെ ഒക്കെ പറയുമ്പോൾ നമ്മളുടെ കവാക്കിയുടെ കണ്ണ് അറിയാതെ തന്നെ നിറഞ്ഞൊഴുവാണ്. അപ്പം സത്യത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നീയും നാറൂട്ടോയുടെ ചക്ര ഉപയോഗിക്കുന്നുണ്ട്. ബൊറൂട്ടോയുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നാറൂട്ടോയുടെ ചക്രയുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഫൈറ്റ് ചെയ്യുമ്പോഴും നിനക്ക് ചക്ര ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോഴും ഈ കൈ കൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത് നാറൂട്ടോയുടെ ചക്ര കൂടെ കലർന്നായിരിക്കും എന്ന് പറയണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ തന്നെ, അതായത് നിനക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നോ അതുപോലെ തന്നെ ചെയ്തോ. നാറൂട്ടോ നിന്നെ ഒരു രീതിയിലും എതിർക്കാനൊന്നും പോകുന്നില്ല. എല്ലാം നിന്നിൽ അടിസ്ഥാനമാക്കി, അതായത് നിൻ്റെ തീരുമാനം എന്താ അതുപോലെ ഇരിക്കും. പിന്നെ ആ വെസൽ നീ നാളെ തന്നെ നന്നാക്കി വെച്ചോ. അതിൻ്റെ ആ ഒരു കാര്യം നിനക്ക് മനസ്സിലായിട്ടില്ല, അതിലൊരു ഡീപ്പ് ഫീലിംഗ് പോലെ ഉണ്ട്. നിനക്ക് ആ ഹിമവാരിയുടെ കാര്യം ഓർത്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിൽ കുറാമ പറഞ്ഞ് മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കുറാമ നല്ലൊരു മോട്ടിവേറ്റർ മാത്രമല്ല, കുറാമ അടിപൊളി ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആളാണ്,
ടോർച്ചർ ടീമിൽ കൊണ്ട് ചേർക്കാനുള്ള സമയം കഴിഞ്ഞ്. അടുത്ത ദിവസം ട്രെയിനിങ് കൊടുക്കുകയാണ് നറൂട്ടോ. ആ സമയത്ത് ജിഗൻ കൊടുത്ത ട്രെയിനിങ് ഒന്നുകൂടെ ഓർക്കാണ്. അടിച്ച് നീ ഒരു വെറും പൊള്ളയായിട്ടുള്ള വെസല്, പൊള്ളയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വെസല്, അതിനകത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നീ വേസ്റ്റാണ്. മര്യാദയ്ക്ക് നിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് നിറക്കണം, വിവരം കെട്ടവനെന്നും പറഞ്ഞാണ് ജിഗൻ തല്ലിക്കൊണ്ട് അടിച്ചുകൊണ്ട് ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്നത്. അതിൽ കവാക്കിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തൊരു ഇൻട്രസ്റ്റ് ആണ് നറൂട്ടോയുടെ കൂടെ ട്രെയിനിങ് എടുക്കാൻ. നറൂട്ടോ കൊടുക്കുന്ന പോസിറ്റീവ് വൈബ് തന്നെ ഭയങ്കര വൈബ്രേറ്റിംഗ് ആണ്. പെട്ടെന്ന് നാരോട്ടോ മോനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ചക്ര ബാലൻസിങ് ആണ് നമ്മൾ ഹിമവാർ ചെയ്തതുപോലെ. ഇവൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കുന്നത് മിറ്റ്സുകിയും സറാഡയെ ശ്രദ്ധിക്കുന്നുണ്ട്. നാരോട്ടോയ്ക്ക് തോന്നുന്നുണ്ട് എവിടെയോ കാമ കൂടെ മിക്സ് ആയിട്ടുണ്ടെന്ന്. എന്നാലും കുഴപ്പമില്ല, അവൻ ചക്ര ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും. അപ്പം നമ്മളുടെ സറാഡ പറയണം ഇവൻ പുറത്തുനിന്നുള്ള ഒരാളാണ്, ഇങ്ങനൊരു സാധനം പറ്റിയ ഒരു വെണ്ടയ്ക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അവൻ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിന് അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന്. അങ്ങനെ നമ്മളുടെ സറാഡയും മിറ്റ്സുകിയും കൂടെ നിൽക്കുന്നത് ഇവരെ ഒബ്സർവ് ചെയ്യാനാണ്. ഇത് നമ്മളുടെ കൊന്നോഹമാറൊക്കെ പറഞ്ഞു വിട്ടതാണ് പിള്ളേരെ. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളുടെ നറൂട്ടോയും സറാഡയും മിറ്റ്സുകിയും കവാക്കിയും ബൊറോട്ടോ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സറാഡ വീട്ടിൽ പോയിട്ട് എന്നാ പണ്ണുകയെന്ന് ചോദിച്ചാൽ അവൾ ട്രെയിനിങ് എടുക്കാൻ പോവാണ് ചിഡോറിയുടെ. അതിനെ പറ്റി അവൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് മിറ്റ്സുകിയും പറയണത്. അവൻ ട്രെയിനിങ് ഉണ്ട്, പക്ഷെ അവൻ പുതിയ ടെക്നിക്കൊന്നും അല്ല, ബാക്കിയുള്ള സംഭവങ്ങൾ. അപ്പോഴത്തേക്കും കവാക്കി തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് ബൊറോട്ടോ നമുക്ക് ഒന്നിച്ച് ട്രെയിനിങ് എടുത്താലോ എന്ന്. പിന്നെന്താ ചെയ്യാലോ എന്നും പറഞ്ഞ് പഞ്ച് കൊടുക്കുകയാണ്. അത് അവൻ്റെ നെഞ്ചിൽ പോയി ഒട്ടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മളുടെ കവാക്കി പറയണം. അവനും താല്പര്യമുണ്ട്. അടുത്ത നമ്മളെ കാണിക്കുന്നത് സറാഡേനാണ്. അവൾ ചിഡോറിയുടെ ട്രെയിനിങ്ങിലാണല്ലോ, അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് സായിനെയും നമ്മളുടെ ഷിക്കമാറുവിനെയാണ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കവാക്കിനെ പറ്റിയിട്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബോറോനെയാണ്. ബോറോ വേറെ ഏതോ ഒരു ഡയമെൻഷനിൽ നിൽക്കുകയാണ്. അവിടെ ഒരു മീറ്റിംഗ് പോടുകയാണ്. ഇവിടെ നമ്മളുടെ ബോറോ അവൻ്റെ ഭാവിയിൽ എന്തോ ഒരു പുതിയ പ്ലാനിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ബോറോനോട് പോയി ഒന്ന് എയർഷിപ്പിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറയുന്നുണ്ട്. ബോറോ പോയിട്ട് എയർഷിപ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്താണ്. അവിടെ നിന്നും ബോറോയ്ക്ക് എന്തോ ഒരു ഇത് കിട്ടുകയാണ്. നമ്മളുടെ കാറയ്ക്കകത്തുള്ള ആരോ ഒരാൾ കാറയ്ക്കെതിരെ നിൽക്കുന്നുണ്ട്. അതാരാന്ന് ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ ബോറോയ്ക്ക് എന്തോ ഒരു തുമ്പ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ സ്വന്തം സാസ്കിനെയാണ്. സാസ്കി ആണെങ്കിൽ ഒരു പ്രത്യേക ഡയമെൻഷനിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അവിടെ വെച്ച് എന്തോ ഒരു സംഭവത്തിന് അവൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല കിൻഷിക്കില്ലേ അവനെയും കാണുന്നുണ്ട്. അതൊരു പ്രൊജക്ഷൻ പോലാണ് വരുന്നത്. സാസ്കിനെ അറ്റാക്ക് ചെയ്യാൻ അതിനെ കൊണ്ട് പറ്റുന്നില്ല. അതിന് ഗാർഡ് പോലെയാണ് നിൽക്കുന്നത്. അകത്തേക്ക് കയറാണ് സാസ്കി. എന്തൊക്കെയോ വേറെ മറ്റു പല സംഭവങ്ങളും കാണുന്നുണ്ട് അവിടെ. പ്രത്യേകിച്ച് ഓരോരോ കളം പോലെ, അതായത് ഒരു നമ്മൾ അത്തവിടത്തില്ലേ, ഒരു ചെറുത്, അതിൻ്റെ മണ്ടയിൽ ഒരു വലുത്, അതിൻ്റെ മണ്ടയിൽ ഒരു വലുത്, അതിൻ്റെയും മണ്ടയിൽ ഒരു വലുത്, അതിനെ ചേർന്നാണ്. അതായത് രണ്ട് വലുതുകൾ ഒന്നിച്ച് ചേർന്നൊക്കെ ഇരിക്കുന്നത്. എന്തോ നമ്മുടെ സാസ്കിക്കും സംഭവം മനസ്സിലായില്ല. മനസ്സിലായ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ മനസ്സിലായ സംഭവമാണ് സാസ്കി ഏത് കളത്തിൽ നിങ്ങൾ കണ്ട ഒരു റൗണ്ടിൽ അതിന് ചുറ്റും ലൈറ്റ് കത്തിയത്, ആ കളത്തിൽ ചവിട്ടിയപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഇവൻ വന്ന കിൻഷിക്ക് വന്നത്. അപ്പോൾ അടുത്ത കളത്തിലേക്ക് സാസ്കി മൂവ് ചെയ്യാണ്. അതേസമയം നമ്മളുടെ ബോറോനെ കാണിക്കുകയാണ്. ബോറോ ഇനോറിയുടെ അടുത്ത് വരാണ്. അങ്ങനെ അവൻ്റെ കൾട്ടിലേക്ക് അവൻ വരാണ്. ഈ കൾട്ടാണ് ഈ മലമല 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 പോലെ ഇരിക്കുന്ന സ്ഥലം. എന്തോ പോലെ ഇരിക്കട്ടെ, നമുക്കെന്താ. അങ്ങനെ അവൻ വന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവിടെ അതിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സംഭവമാണ് ഈ മലയുടെ അടുത്ത് അതേപോലെ ഇരിക്കുന്ന ഒരു കൊട്ടാരം. അതിനകത്താണ് ഈ ബോറോ വന്ന് സംസാരിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ അവൻ അവിടെ പിടിച്ചുനിർത്തിയിട്ടുണ്ട്. ഇവൻ എന്തിനായി പിടിച്ചുനിർത്തിയേക്കുന്നതെന്ന് ഇപ്പോൾ ഇവൻ്റെ സംസാരത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദൈവത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ പറ്റുന്ന ഒരേ ഒരാൾ ദൈവം. മനുഷ്യനെ കൊണ്ട് മനുഷ്യനെ സഹായിക്കാൻ കഴിയൂല, ദൈവത്തിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അങ്ങനെ ദൈവത്തിനെ കണ്ടവനാണ് ഞാൻ. ആരെയാ താൻ കണ്ടേ എന്ന് അവിടെ നിൽക്കുന്ന നമ്മളും അതുപോലെ തന്നെ അവരും ചോദിച്ചാൽ അവൻ പറയാണ് കാഗിയ ഓരോത്സുക്കി. ഇത് കേട്ട് ഒരു നിമിഷം സദസ്സ് മൊത്തത്തിൽ ക്ലങ്ങിരുന്നെങ്കിലും പിന്നീട് അവരെല്ലാവരും പറഞ്ഞു തുടങ്ങാണ് ബോറോ ബോറോ ബോറോ. അങ്ങനെ ബോറോയ്ക്ക് ആവേശം കയറിയിട്ട് പറയാണ് ഞാൻ 4 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ഇവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അഓയി, ജൂറി, സാറ, കൂമി, ഇത്രയും പേരാണ്. ഈ അഓയുടെ ബ്രദറിനെയാണ് അവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അഓയുടെ ബ്രദർ എന്ന് പറയാൻ കാരണം മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോഴത്തേക്കും ബോറോ പറയണം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇൻഫൈനൈറ്റ് സുക്കിയാമിയാണ്. ഇൻഫൈനൈറ്റ് സുക്കിയാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ലോകത്തിന് ചില ദിവസങ്ങളിൽ സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ചില വൃത്തികെട്ട മനുഷ്യർ ചേർന്ന് ആ സമാധാനം നശിപ്പിച്ചു. പക്ഷേ വിഷമിക്കേണ്ട, അതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം തിരിച്ചു വരണമെങ്കിൽ ഇൻഫൈനൈറ്റ് സുക്കിയാമി വരണം. അതാണ് ദൈവത്തിൻ്റെ
താല്പര്യം, അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു വിട്ടത് എന്ന രീതിയിലൊക്കെ കുറേ വാചകങ്ങൾ ഈ ബോറോ അടിച്ചടിച്ച് വിടുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സ്ഥലത്ത് വന്നെന്നാണ് ഇവൻ എന്തോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വാചകം അടിക്കുന്ന കണ്ടില്ലേ, അതേ സ്ഥലം തന്നെയാണ്. ഇവൻ പറയാണ്, അതായത് ദൈവത്തിൻ്റെ സന്തതികളാണ് നിങ്ങൾ ഓരോരുത്തരും, പോകെ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ നന്മയും ആ ഒരു അനുഗ്രഹവും കിട്ടും. നിങ്ങൾ പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കൂലേന്ന് ചോദിക്കുമ്പോൾ ബോറ 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 എന്ന് കിടന്ന് വിളിക്കുകയാണ് ഇവർ. എന്തൊരു കണ്ടിട്ടാണോ എന്തോ. അതിനകത്ത് ഒരു കൊച്ച് ജൂറി അവൾ വന്ന് പറയാണ്, എനിക്ക് സത്യമായിട്ട് ബോറോ ഞാൻ പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ലാത്തതിന് എന്തിനാ കൊണ്ടുപോകണേ, ദൈവം എന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ പിടിക്കാനായിട്ട് സമ്മതിക്കോ, ഇപ്പോൾ എന്തായാലും സമാധാനമല്ലേ, ഇത് പോരെയെന്ന്. അപ്പോഴത്തേക്കും ബോറ പറയണം, അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അവൻ്റെ കണകണ സംസാരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സാസ്കിനെ കാണിക്കാണ്. സാസ്കി മുമ്പോട്ട് പോകുമ്പോൾ മൊമോഷിക്കിയുടെ കളത്തിലാണ് അടുത്ത് ചവിട്ടുന്നത്. മൊമോഷിക്കിയുടെ ആ ഒരു ഹോളോഗ്രാം പ്രൊട്ടക്ട് ഇതാവുമ്പോൾ തന്നെ സാസ്കി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചധികം മാറി നിൽക്കുന്നുണ്ട്. അതൊരു ഹോളോഗ്രാം ആണെന്നും അതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റൂലെന്ന് അറിയാമെങ്കിലും ഇവിടെ ട്രാപ്പായി പോയാലോ, ഇതൊരു സ്പെഷ്യൽ ഡയമെൻഷൻ ആണല്ലോ, എന്തെങ്കിലും ഒരു ട്രാപ്പ് ഉണ്ടാവാതിരിക്കൂല. അങ്ങനെ നമ്മളുടെ കാഗിയനെ കാണുകയാണ്. കാഗിയനെ കണ്ട് ഞെട്ടി പോവാണ്. കാഗിയൊക്കെ വന്ന് നിൽക്കണമെങ്കിൽ ഇത് ഏതാ ഡയമെൻഷൻ? കാഗിയ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കളത്തിലാണ് നിൽക്കുന്നത്. അതിനോട് ചേർന്ന് അതുപോലൊരു വലിയ കളമുണ്ട്. അതാരാ അപ്പോൾ ഇങ്ങനെ ഒരാൾ, ഇയാളെ ഞാൻ കണ്ടിട്ടില്ല, ഇത് ആരായിരിക്കും എന്ന് പറഞ്ഞ് സാസ്കി അതിലും പോയി തൊട്ട് നോക്കാണ്. ഒരു വലിയ ക്രാത്തൻ, നമ്മുടെ ക്രാത്തൻ ആട് പറയത്തില്ലേ, അതുപോലെ കൊമ്പുള്ള ഒരാൾ അവിടെ വരികയാണ്. അയാളെ കണ്ട് സാസ്കി ഒരു നിമിഷം ഞെട്ടിപ്പോകുന്നുണ്ട്, ആരായതെന്ന്. അപ്പോഴത്തേക്കും സാസ്കി കുറച്ചു നേരം ആലോചിച്ചിട്ട് എന്തോ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം നമ്മളുടെ ഇനോറിനെ കാണിക്കുകയാണ്. ബോറോ പിള്ളേരെയും കൊണ്ട് വേറൊരു ഡയമെൻഷനെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് പോകുമ്പോൾ എന്തിയാണ് നമ്മളുടെ ഇനോറി പ്രാർത്ഥിക്കുകയാണ്, ഇതൊക്കെ പിള്ളേരെ തിരിച്ചിതുപോലെ കൊണ്ടുവരണേ, ദൈവം അവരെ ഒന്നും പറയരുത്, വഴക്ക് പറയരുത്, അവരെ സ്വീകരിക്കണേ എന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഇനോറി എന്തിയാണത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കറ്റ്സുനോറി അങ്ങോട്ട് വരുന്നത്. കറ്റ്സുനോറി വന്നിട്ട് പറയാണ്, നീ പിള്ളേരെ വിട്ടുകൊടുക്കരുത് ഇനോറി, അയാൾ വലിയ കള്ളനാണ്. അങ്ങനെ ഹൊസുകാസും നമ്മുടെ കൊസുക്കയും പിടിക്കാൻ വരികയാണ്. ഇവർ രണ്ടുപേരും നമ്മളുടെ ബോറോൻ്റെ ഗാർഡ്സ് ആണ്. അവരിവിടെ ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഗാർഡ്സ് ആണ്. കറ്റ്സുനോറിനെ പിടിക്കാൻ വരുന്നുവെങ്കിലും കറ്റ്സുനോറി പറയാണ്, മാറി നിൽക്കും കൂട്ടി, ഞാൻ പറഞ്ഞു ഇയാൾ ചതിക്കാണ്, നിങ്ങളും ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട് നിങ്ങളും കൂടെ നിൽക്കുകയാണ്, ഇവളൊരു പൊട്ടിപ്പെണ്ണാണെന്ന് തോന്നുമെന്നും പറഞ്ഞ് ഇനോറിനെ പിന്നെയും കറ്റ്സുനോറി പറയാണ്. അപ്പോൾ ഇനോറി പറയാണ്, ഇയാൾക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല കറ്റ്സുനോറി, നീ മനസ്സിലാക്കോ, എന്തിനാ അയാൾ കള്ളം പറയുന്നേ, അയാൾ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ഞാനത് വിശ്വസിക്കുന്നു, നീ അത് വിശ്വസിക്കുന്നില്ലേ എന്ന് നമ്മളുടെ ബോറോ ചോദിക്കുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു, അവനത് വിശ്വസിക്കുന്നില്ല, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കറ്റ്സുനോറി പറയണം, എനിക്കിനി വേറൊന്നും ചെയ്യാൻ പറ്റില്ല, വാട്ടർ സ്ലൈസ് ടെക്നിക്ക് എന്ന്. അത് കണ്ടിട്ട് നെഞ്ചും വിരിച്ച് നീ എന്നെ എന്തും ചെയ്തോ, ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ബോറോ. നമ്മുടെ പയ്യൻ ഒരു ഷിനോബിയാണ്. അവനാണെങ്കിൽ രണ്ടായിട്ട് വാട്ടർ സ്ലൈസ് ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മളുടെ ബോറോനെ വെട്ടിക്കളയാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും ഭയന്നുപോയി, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഇനോറി വന്ന് നമ്മളുടെ കറ്റ്സുനോറിനോട് പറയണേ, നീ ചെയ്തത് വലിയ തെറ്റായി, വാറെടുത്തു, ദൈവത്തിന് നേരെ വാറെടുത്തു, നീ ചെയ്തത് തെറ്റായി, എനിക്കിനി നിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, നീ പെട്ടു കറ്റ്സുനോറി എന്നും പറഞ്ഞ് പിള്ളേരെയും വിളിച്ച് ഇനോറി അവിടെ നിന്ന് പോവാണ്. ജൂറി ആണെങ്കിൽ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അതായത് നമ്മളുടെ ബോറോ ഒന്ന് ചേർന്നേക്കാണ്, അതായത് രണ്ടായിട്ട് മാറി അവൻ ഒട്ടിച്ചേർന്നു. ഇത് കണ്ട കറ്റ്സുനോറി ഒന്ന് പേടിക്കുന്നുണ്ട്, ഇയാൾ ദൈവമല്ല, പക്ഷേ ഇയാൾ എന്തോ ആണ് എന്ന്. അപ്പോഴത്തേക്കും ഈ നമ്മളുടെ ബോറോയ്ക്ക് മനസ്സിലായി ഇവൻ പ്രശ്നക്കാരനാണ്, പുറത്ത് പോയി വിഷയം പറയുമെന്ന്. അതുകൊണ്ട് തന്നെ കറ്റ്സുനോറിനെ അവിടെ വെച്ച് തന്നെ എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കറ്റ്സുനോറി മരിച്ചു വീഴുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോവാണ് ഇനോറി. ഇത്ര അധികം ബോറോ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. കോജി ആണെങ്കിൽ ഇവിടെ നമ്മളുടെ സെൻറ്റർ ടവറിൽ വന്നിരിക്കുകയാണ്. ഇത് പഴയ ലീഫ് വില്ലേജിലെ ഒബ്സർവേഷന് വേണ്ടി നിർത്തിയിരുന്ന ടവറാണ്. പ്രത്യേകത രണ്ടുണ്ട്, ഇവിടെ ഇരുന്നാൽ ലീഫ് വില്ലേജ് മുഴുക്കെ കാണുകയും ചെയ്യാം, ഇവിടെ പഴയതായതുകൊണ്ട് ആരും കയറി വരത്തൂല, ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ബോറോ ആ സമയം പറയാണ്, കോജി നീ എനിക്കതിൻ്റെ മറുപടി തരണം എന്ന രീതിയിൽ, എന്ത് തരും എന്ന് നീ ആലോചിച്ച് വെച്ചോ എന്ന രീതിയിലാണ് നമ്മളുടെ ബോറോ പറയുന്നത്. അത് കോജി കേൾക്കുന്നില്ല, അവിടെ നിന്നാണ് അവൻ പറയുന്നത്. ഇറ്റിൻ്റെ നമ്മളുടെ എയർഷിപ്പിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു സാധനം ഒരു പൗച്ചിലാക്കിയിട്ടാണ് ഈ ഒരു ഡയലോഗ് നമ്മളുടെ ആര് പറയുന്നത്, ബോറോ പറയുന്നത്. കോജിക്കാശി ഒബ്സർവേഷൻ രാത്രിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മിറ്റ്സുകിയും അതുപോലെ തന്നെ ബൊറൂട്ടോയും കവാക്കിയും കൂടെ ട്രെയിനിങ് എടുക്കുകയാണ്. ഷുറിങ്ങൻ ട്രെയിനിങ് ആണ് അവരൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്. കവാക്കിക്ക് അത്ര നന്നായിട്ട് പറ്റുന്നൊന്നുമില്ല. അങ്ങനെ എന്തിയാണ് നമ്മളെ കാണിക്കുന്നത്, സാസ്കിനെയാണ്. സാസ്കി അകത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഡയമെൻഷനിൽ. അവിടെ അവനൊരു പ്രത്യേക റോഡൊക്കെ ഒരു സ്ഥലത്ത് കാണാണ്. അവിടെ പ്രത്യേക ഒരു ചക്രം ഉള്ളതുപോലെ അവൻ തോന്നിയിട്ട് അവൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മൃഗത്തിനെ കാണാണ്. ആളെ പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു.
ഒരു നിമിഷം ആ ഒരു മൃഗത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത്, അതായത് മനസ്സിലാക്കിയ സാസുകി ഞെട്ടി നിൽക്കുകയാണ്. കാരണം അത് ടെൻറ്റെയിലാണ്. ടെൻറ്റെയിൽ എങ്ങനെ ഇവിടെ വന്നു? കുറാമ ഉൾപ്പെടുന്ന എല്ലാ ചക്രയും ഉണ്ടെങ്കിൽ മാത്രമേ ടെൻറ്റെയിലിനെ സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പോൾ ഇതേത് ടെൻറ്റെയിൽ എന്ന രീതിയിൽ സാസ്കി നോക്കി നിൽക്കുകയാണ്. ഇതിനി ഹോളോഗ്രാം ആണോ എന്നും പറയാൻ നോക്കിയാൽ അല്ല, അത് ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ കണ്ണങ്ങനെ ചുവന്ന റെനികൺ തിളങ്ങി വരുന്നുണ്ട്. ഇതാര് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ് സാസ്കി നോക്കി നിൽക്കുമ്പോൾ എന്തോ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന സൗണ്ട്. ആ സൗണ്ട് അത് കേൾക്കുമ്പോഴേ നമ്മളെ സാസ്കിക്ക് മനസ്സിലായി ആരോ വരുന്നു. അങ്ങനെ സാസ്കി പെട്ടെന്ന് മാറി നിൽക്കാണ്. ഇവിടെ വരാൻ മാത്രം ശക്തിയുള്ള ആരത്? അത് വേറെ ആരുമല്ല, നമ്മളുടെ ജിഗനാണ്. ജിഗൻ എന്താ ഇവിടെ? ഇവനാണോ എന്ന രീതിയിൽ സാസ്കി ആ ഒരു ശ്രദ്ധ വിടാതെ നോക്കി നിൽക്കുകയാണ്. ജിഗനെ കണ്ടതും ടെൻറ്റയില് അത്രയധികം ദേഷ്യത്തിൽ വാ എന്ന് പറയാണ്. കാരണം ജിഗൻ എന്തോ ഒന്ന് ചെയ്തത് പോലെ. നമ്മുടെ ജിഗൻ പറയാണ്, നിർത്ത്, ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. കുറച്ച് സമയം എനിക്ക് വേണം. 2 വെസൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2നെ ഞാൻ നിനക്ക് തന്നെ തരും. നീ ഒന്ന് ക്ഷമിക്ക്, കുറച്ച് ദിവസം കൂടെ, ഞാൻ എത്രയും പെട്ടെന്ന് പോയി എൻ്റെ ഉദ്ദേശം നടത്തിക്കൊണ്ട് വരും എന്നും പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു സഹായം വേണം. അതിനാണ് ഞാൻ വന്നതെന്നും പറഞ്ഞ് നമ്മളുടെ ആ ഒരു ടെൻറ്റെയിലിൻ്റെ പുറത്തുനിന്ന് കുറച്ചധികം ചക്ര ജിഗൻ എടുക്കുന്നുണ്ട്. ജിഗൻ്റെ താടിക്കും നമ്മളുടെ ബൊറൂട്ടോയുടെ കയ്യിലുള്ളതും കവാക്കിയുടെ കയ്യിലുള്ളതുമായിട്ടുള്ള കാമയുടെ ആ ഒരു ലേബലുണ്ട്. അപ്പോൾ അത് നമ്മളുടെ സാസ്കി ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിൽ നിന്ന് സ്പ്രെഡായി അവൻ്റെ ബോഡി ഫുൾ കാമ വന്നു. അവൻ വേറൊരു രൂപത്തിലേക്ക് മാറിയേക്കാണ്. സാസ്കി ആ ജിഗൻ്റെ കംപ്ലീറ്റ് ഫോം ഇതുവരെ കണ്ടില്ലെങ്കിലും ഒരു കാര്യം സാസ്കി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്, ഇത് നറൂട്ടോനെ അറിയിക്കണം എന്ന്. അവന് മനസ്സിലാകുമെന്ന്. സാസ്കി ഒന്നും കൂടെ നോക്കുമ്പോൾ ഒരു കാര്യം തോന്നാണ്. മുമ്പ് കണ്ട ഒട്ടോട്സുക്കിനെ പോലുണ്ട് ജിഗൻ ഒട്ടോട്സുക്കി പെട്ടതാണോ? ആ സംശയം നറൂട്ടോയുടെ അടുത്ത് പറഞ്ഞേ തീരൂ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ വീട്ടിലേക്ക് വരാണ്. വീട്ടിൽ വന്നിട്ട് നമ്മളുടെ കവാക്കിനെ കണ്ടിട്ട് പറയണം, നീ ഇവിടെ ഇരുന്ന് പണി ചെയ്യണം. ഓ, ഞാൻ ട്രെയിനിങ്ങിന് പോകാൻ പോണം. നീ ഇവിടെ ഇരിക്കുകയാണ്. അയ്യോ, നീ ഒറ്റൻ്റെ കൂടെ ഇരുന്നു, നല്ല കാര്യമൊന്നും പറഞ്ഞിരിക്കുകയാണ്. കാരണം നറൂട്ടോ ടയേർഡാണെങ്കിൽ നറൂട്ടോ ഭയങ്കര ബോറിംഗ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നറൂട്ടോ ടയേർഡാണെങ്കിൽ നറൂട്ടോ ഓരോ സാധനങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും. ഇത് നമ്മളുടെ ബൊറൂട്ടോക്ക് ഇഷ്ടപ്പെടാതെ എല്ലാം പഴയതിനൊക്കെ നറൂട്ടോനെ ഉപദേശിക്കാനേ നേരം കാണത്തുള്ളൂ. ഞാൻ ആ പരിപാടിക്കില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നതാണ് നമ്മളുടെ ബൊറൂട്ടോ പറഞ്ഞിട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിയ കവാക്കി, നീ ഒന്ന് എന്തൊരു ഈ ചെറുക്കം വരെ ഇറങ്ങിപ്പോടാ, നിന്റെ പണി നോക്കിയെന്നും പറഞ്ഞ് കവാക്കി നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് നറൂട്ടോ അങ്ങോട്ട് വരാണ്. കണ്ണുകൊണ്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ രണ്ടും 2 വഴിക്ക് പോവാണ്. അതിനുശേഷം കവാക്കി നിലത്തിരുന്ന് തപ്പുവാണ്. നീ എന്താ മുട്ടിലഴിഞ്ഞ് കളിക്കുന്നു എന്ന് ചോദിച്ച് നറൂട്ടോ ചോദിക്കുമ്പോൾ, ഇല്ല, ഈ വെസൽ പൊട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു അരിമണിയെടുത്തുള്ളൊരു തരിമണി പീസ് കാണാതായി, അതാണ് നോക്കുന്നതെന്ന് പറയണം. കവാക്കിക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം. എന്ത് കിട്ടൂലെന്ന് അറിയാമെന്ന് നമ്മളുടെ നറൂട്ടോട് പറയണം. നറൂട്ടോ പറയണം, അതെ കിട്ടൂല. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നേ. ഹിനാറ്റ ഹിമവാര ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ക്ലീൻ ആക്കും, അതുകൊണ്ടാണ് അരിമണിയെടുത്തുള്ള തരിമണി പീസ് ഒന്നും നിന്റെ അടുത്ത് നോക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. അതെന്തായാലും ഇത്രയും ചെയ്തില്ലേ, നന്നായിട്ടുണ്ട് എന്ന് നറൂട്ടോ പറയുമ്പോൾ, ഇത്രയും ചെയ്തെങ്കിലും ഇതിനകത്ത് പഴയതുപോലെ ഫ്ലവർ വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് നമ്മളുടെ കവാക്കി പറയുന്നത്. അപ്പോൾ നറൂട്ടോ പറയുന്നുണ്ടോ, അതൊക്കെ എന്തിനാ, പോട്ട് എടുത്ത് അടുത്ത് വെച്ചിട്ട് വേറൊരു പോട്ടിൽ ഫ്ലവർ വെച്ചാൽ ഈ പോട്ട് എടുത്ത് വെച്ചാൽ മതി, രണ്ടും കാണാമല്ലോ. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി പറയണം, ഇങ്ങനെയൊക്കെ നറൂട്ടോ പറഞ്ഞാൽ ചുമ്മാ ബൊറൂട്ടോ എന്താ നറൂട്ടോനെ വല്ലതൊക്കെ വിളിച്ച് പറയുന്നു. അവൻ പറയുന്നുണ്ട് എന്ന് നറൂട്ടോ പറയണം. ചുമ്മാ അല്ല, ഇതാണ് കാര്യമെന്ന് കവാക്കി പറയണം. ആഹാ, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴും ഉപദേശിക്കാനൊരു മോനും കൂടെ വന്നല്ലോ എന്ന രീതിയിൽ നറൂട്ടോ പറയുമ്പോൾ, ഞാൻ മോനൊന്നുമല്ല എന്ന രീതിയിൽ നമ്മളുടെ കവാക്കി ഭയങ്കര ഫീലായിട്ട് പറയണം. അപ്പോൾ നറൂട്ടോ ചോദിക്കണം, അല്ല, അങ്ങനെ വിചാരിക്കേണ്ട എന്ന് കവാക്കി ഒന്നുകൂടെ എടുത്ത് പറയണം. കാര്യമാക്കുന്നില്ല നറൂട്ടോ, പയ്യനല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും വിഷയമായിരിക്കും എന്ന് പറയണം. അങ്ങനെ നമ്മളുടെ ഷിക്കഡായിനെ കാണിക്കുകയാണ്. എല്ലാവരും കൂടെ കാർഡ്സ് കളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇവാബ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവാബ പറയണം, അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കും, ഒരു പ്രാവശ്യം കൊണ്ട് എനിക്ക് വേണ്ട ബെറ്റ് വെക്ക് ഡെങ്കിന്ന്. അപ്പോഴത്തേക്കും ഡെങ്കി പറയണം, പറ്റൂല, കാരണം കഴിഞ്ഞ 8 പ്രാവശ്യം നീ ഇതാണ് പറഞ്ഞത്, ഇനി 9ാമത്തെ പ്രാവശ്യം എനിക്ക് പറ്റൂല, ഇതെല്ലാം ഈ കാർഡിൻ്റെ നിയമത്തിൻ്റെ പ്രശ്നമാണ്, നീ നിയമം മാറ്റ് ഡെങ്കി എന്ന് പറയാണ് നമ്മുടെ ഇവാബെ. ഡെങ്കി പറയണ, പിന്നെ ഞാനിപ്പോൾ നിയമം ബോർഡ് ഇറങ്ങി, നീ നടക്കുന്ന കാര്യമില്ലെന്ന് പറയുന്നത് പറഞ്ഞ് നമ്മളുടെ ഡെങ്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഇനോസൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് സമയം ഫ്രീ ആയിട്ടിരിക്കുന്നില്ല എന്ന്. അപ്പോൾ ഷിക്കഡായി പറയണ, അതെ, നമുക്ക് വലിയ മിഷനൊന്നും ഇല്ല, പുറത്ത് പോകുന്ന മിഷനൊന്നും ഇല്ല എന്ന്. അത് ചോയും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ കാരണം ഇവിടേക്ക് കവാക്കി വന്നതാണെന്ന് നമ്മളുടെ ഇനോജൻ പറയാം. അതെന്താ അങ്ങനെയെന്നോ, കവാക്കി വന്നതിന് ശേഷം വില്ലേജ് ഫുൾ സർവൈലൻസിലാണ്. ഇവിടെ നിന്നും ഷിനോബീസ് അങ്ങനെ അധികം പുറത്തു പോകുന്നില്ല. എല്ലാ ജോണിൻസ് മാത്രമേ മിഷനായിട്ട് പുറത്തു പോകുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും വില്ലേജിനകത്ത് തന്നെയാണ് മിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നിനക്ക് എന്താണ് കവാക്കിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് നമ്മളുടെ ഷിക്കഡായോട് ചോദിക്കുകയാണ്.
ഷിക്കഡായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെവൻത് ഹൊക്കാഗെ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്, അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു നല്ല കാര്യമായിരിക്കും. അപ്പോൾ പിന്നെ സെവൻത് ഹൊക്കാഗയ്ക്ക് ഒരു പ്രശ്നം കവാക്കി കാരണം ഉണ്ടാവുന്നത് വരെയും അവൻ കുഴപ്പമില്ലാത്ത ഒരാളാണ്. പക്ഷേ സെവൻത് ഹൊക്കാഗെയാണ് അവനെ നോക്കുന്നത്. അപ്പം അത് ഓർക്കുമ്പോൾ ഒരു ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഷിക്കഡായി പറയാണ് അങ്ങനെയാണെന്ന്. അത് തന്നെയാണ് ഇവാബയും പറയുന്നത്. എന്നാലും ഇവാബയുടെ മനസ്സിലൊരു തോന്നലുണ്ട്, അതായത് കവാക്കി സെവൻത് ഹൊക്കാഗയുടെ കൂടെ പോകുന്ന കണ്ടിട്ട് ഇവാബയ്ക്ക് ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു. അത് കാര്യമാക്കാതെ ഇവാബ എന്ത് ചെയ്തു, കവാക്കിയോട് നോക്കി ചിരിച്ചു. അപ്പം കവാക്കിയാണെങ്കിൽ അവനെ തിന്നാൻ പോകുന്നത് കണക്കാണ് നോക്കി. നമ്മളുടെ ചോജോ ഇത് കേട്ടിട്ട് പറയണം, അവൻ ரொம்ப ഹോട്ടാണ്, ഹാൻഡ്സമാണ് പയ്യൻ, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ട ഒന്നും ഇല്ലാന്ന്. അത് കേട്ടതും നമ്മളുടെ ഷിക്കഡായി ചോദിക്കണം, അല്ല നീ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, നിൻ്റെ അഭിപ്രായം എന്തോ ഇനോജിൻ ചോദിക്കുമ്പോൾ ഇനോജിൻ പറയാണ് നമ്മളുടെ സായിയുടെ അഭിപ്രായത്തിൽ അവൻ പാവമാണ്. ഒന്നാമത് ഹൊക്കാഗെ അക്സെപ്റ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ കാര്യം അവൻ നോക്കിയിട്ടും പാവമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനോയുടെ അഭിപ്രായത്തിൽ എന്താണ്, ഇനോ പറയാണ് അവൻ കുറച്ച് ഡേഞ്ചറാണ്, അവനെ കുറച്ച് ഡിസ്റ്റൻസ് ഇരുന്ന് നോക്കിയാൽ മതിയെന്ന്. അപ്പം ലീ പറയാണ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവാബയും നമ്മളും എല്ലാം പണ്ടിങ്ങനെ അല്ലായിരുന്നു, നമ്മളെ പോലെ അല്ലായിരുന്നു അവൻ, ഇവാബയും കണ്ടാൽ കടിച്ചു കയറുന്ന കണക്കല്ലേ നിന്നേന്ന്. അതോർത്ത് എല്ലാവരും ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് കൊനഹമാറുനെയാണ്. കൊനഹമാറു നമ്മളുടെ നാറൂട്ടോൻ്റെ വീടിൻ്റെ അവിടെ സർവൈലൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ കവാക്കി അവിടെയുള്ള ചെറിയ പീസ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. കോജി കൃഷ്ണൻ എന്തിനാണ് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്തെന്ന് അറിയത്തില്ല, എന്നാലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാണ് നമ്മളുടെ കവാക്കിക്ക് കൈ വേദനിക്കാൻ തുടങ്ങുന്നത്. ഇത് മനസ്സിലാക്കിയ കോജി കൃഷ്ണൻ എന്തോ പ്രശ്നം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഇനോജിൻ്റെ ഫ്ലവർ ഷോപ്പിലേക്ക് നമ്മളുടെ സറായുടെ ചെന്ന് സാക്കുറ ഓർഡർ ചെയ്ത ഫ്ലവർ വാങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇനോജിൻ പറയാണ് സാക്കുറ ചെറുപ്പം തൊട്ടേ നമ്മളുടെ സാസുക്കിക്ക് വേണ്ടി ആ ഫ്ലവർ വാങ്ങുന്നത്, അത്രയും റഫും ടഫും ആയിരുന്ന ആളെ അവൾ സിമ്പിളായിട്ട് എടുത്തു എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സറാണ് ആണോ, എന്നാൽ പിന്നെ എനിക്കൊരു ഇത് ഫ്ലവർ വേണമെന്ന് പറഞ്ഞാൽ അവളും വാങ്ങണം. ആർക്കാന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയാണ്. ഇത് മനസ്സിലാക്കിയതും ഇനോജിനാണ് ചോദിക്കുകയാണ്, ഓ കവാക്കിക്കാണോ എന്ന്. അതേന്ന് പറഞ്ഞ സാധനം വാങ്ങുകയാണ്. അതിനുശേഷം ബൊറോട്ടോയും മിത്സുകിയും ട്രെയിനിങ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവർ മരത്തിക്കൊല്ലാൻ നിൽക്കുന്ന കേട്ടോ. അപ്പോഴത്തേക്കും മരത്തുനിന്ന് ബൊറോട്ടോ പെട്ടെന്ന് ബാലൻസ് ചെയ്തിട്ട് വീഴാണ്. അവൻ്റെ കയ്യിൽ പെട്ടെന്ന് കാമയും തെളിയുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ മിത്സുകി നിൽക്കുകയാണ്. നീ ഓക്കെ അല്ലേ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മിത്സുകി പെട്ടെന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ബൊറോട്ടോ പറഞ്ഞു ഇല്ല, എനിക്ക് പക്ഷേ കൈ നന്നായിട്ട് വേദനിക്കുന്നു. പെട്ടെന്നാണ് മിത്സുകി ഞെട്ടി ഒരു കാര്യം പറയണേ, എടാ നിന്റെ മുഖത്തൊന്നും ഈ പാട് വന്നിട്ടില്ല ഇപ്രാവശ്യമൊന്ന്. അപ്പോൾ ബൊറോട്ടയ്ക്കും എന്തോ ഒരു സംശയം പോലെ തോന്നുകയാണ്. നമുക്കൊന്ന് വീട്ടിൽ പോയാലോ എന്ന് നമ്മളുടെ ബൊറോട്ടോ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വരാനായിട്ട് നിൽക്കുകയാണ്. അതേസമയം കാവക്കിക്ക് കൈ ഭയങ്കര വേദന, അവൻ അലറാൻ തുടങ്ങുകയാണ്. അവൻ്റെ കയ്യിൽ പ്രത്യേക ഒരു സിമ്പൽ ഇപ്പോൾ തെളിയാണ്. അങ്ങോട്ടേക്ക് പുറത്ത് പോയിട്ട് വന്ന നാറൂട്ടോയും കയറി വരുന്നുണ്ട്. ഹിനാറ്റയും ഹിമവാരിയും പുറത്ത് പോയേക്കാണ്, അവർ ഷോപ്പിങ്ങിന് വേണ്ടി പോയേക്കാണ്. അപ്പോഴത്തേക്കും നാറൂട്ടോയും ഇവന് മാത്രമേ വീട്ടിലുള്ളൂ. ഇപ്പോൾ അങ്ങനെ എന്തിയാണ് കവാക്കി വിളിക്കുന്നത് കേട്ട് നമ്മളുടെ നാറൂട്ടോയും അവനെ ചെന്ന് പിടിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് കോജി കൃഷ്ണന് മനസ്സിലായി, ആരോ ഒരാൾ വരാൻ പോകുന്നു. അവിടെ ഫ്ലവർ ഷോപ്പിൽ നിൽക്കുന്ന ഇന്നോട് അവസ്ഥ പെട്ടെന്നൊന്ന് തരിച്ചു പോവാണ്. ആ ചക്രയുടെ ആ വീര്യം കണ്ടിട്ട് അത്രയ്ക്കും ഹൈ ലെവൽ ചക്രയുള്ള ഏതോ ഒരാൾ വരാൻ പോവാണ്. എന്തോ ഒന്ന് വലുത് വരുന്നു എന്ന് പെട്ടെന്ന് തന്നെ സർവൈലൻസ് ടീമിനെ വിളിച്ച് ആരെങ്കിലും കയറിയിട്ടുണ്ടോ, വലിയൊരു ചക്രം ഞാൻ ട്രേസ് ചെയ്തു എന്ന് നമ്മളുടെ ഇനോ പറയാം. ഇതെവിടെയാന്ന് ഇനോയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, കാരണം എവിടെയാണെന്നറിയാൻ വയ്യ. അങ്ങനെ നമ്മളുടെ കവാക്കിയുടെ കൈ നിലത്ത് വീഴാണ്. അങ്ങനെ ആ കൈ ആരോ പിടിച്ച് വലിച്ച് നിലത്ത് വെച്ചേക്കുന്നത് പോലെ അത് പിന്നെ ആകാശത്തേക്ക് ഉയരാണ്. എന്താന്ന് നോക്കിയാലൊരു പുക അതിനുള്ളിൽ നിന്ന് വരാണ്. അതിനുള്ളിൽ നിന്നും വരാൻ പോകുന്ന ആളിനെ നമ്മളുടെ കോജി കൃഷ്ണന് മുമ്പേ മനസ്സിലായി. നീയോ, ഇവൻ ഇവിടെ വരുമായിരുന്നോ, ഇവന് വെസൽ ആവശ്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയ്ക്കും ആവശ്യമാണോ, അല്ല ഇവൻ അതിനല്ല വന്നേക്കുന്നതെന്ന് കോജി കൃഷ്ണൻ പറയാണ്. അതെ, നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ വന്നത് നമ്മളുടെ ജിഗനാണ്. ജിഗൻ വന്നതും പറയണം നിന്നോട് പോവരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന്. അവിടെ ബൊറൂട്ടോ ഓടിപ്പാഞ്ഞു വരാണ്. ബൊറൂട്ടോ പോകുന്നത് ഇവരെല്ലാം കാണുന്നുണ്ട്. കോജി കൃഷ്ണനാണെങ്കിൽ അയ്യോ ഇനി എന്താവും എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മളുടെ ജിഗൻ പറയാണ്, നാറൂട്ടോ നിൻ്റെ വീട്ടിൽ ചെരുപ്പിട്ട് കയറുന്നത് മോശമാണ്, പക്ഷെ ഇനി ഞാൻ കയറത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നാറൂട്ടോ സ്മാക്കി നിന്നെ കണ്ടതിൽ സന്തോഷമേ ഉള്ളൂ, കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന്. നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേന്ന് നാറൂട്ടോ ചോദിക്കുകയാണ്. അത് കേട്ട് നമ്മളുടെ ജിഗൻ പറയണം, ഒട്ടങ്ങ് നാറൂട്ടോ, ഞാൻ എൻ്റെ ചക്കര കൂട്ടൻ ഈ ഒരു കവാക്കിനെ കൊണ്ടുവന്നല്ലേ, അല്ല ബൊറൂട്ടോ എന്തേ, നീ എന്തിനാ എൻ്റെ മോനെ തിരക്കുന്നെന്ന് നാറൂട്ടോ ചോദിക്കുകയാണ്. ഓ അപ്പോൾ രണ്ടിനെയും തൊട്ടാൽ നിനക്ക് ചൂടാവും, എനിക്ക് രണ്ടുപേരെയും കാണണമെന്നുണ്ടായിരുന്നു, സാരമില്ല കണ്ടിട്ടേ പോകണമെന്ന രീതിയിലാണ് ജിഗൻ നിൽക്കുന്നത്. ബൊറൂട്ടോ എന്തിയാന്ന് കവാക്കിയോട് ചോദിക്കുമ്പോൾ അവനും മിണ്ടുന്നില്ല. ഒരു വരവ് കൂടെ വരണ്ടി വരുത്തിക്കും എന്ന രീതിയിൽ ജിഗൻ
പറയാണ്, നറൂട്ടോ കവാക്കിനെ നീ തുടരുത്, മാറി നിൽക്കടാന്ന് പറഞ്ഞപ്പോൾ ചെല്ലുമ്പോൾ അവൻ്റെ നേർക്ക് റോഡ്സ് അയച്ച് നമ്മളെ നറൂട്ടോനെ അടിച്ച് നേരെ കളയാണ്. നമുക്കറിയാം ഇത് റോഡ്സ് ചക്ര അബ്സോർബിങ് ആണ്. അങ്ങനെ നറൂട്ടോ വീണ് പോവാണ്. അവിടത്തേക്ക് നമ്മളുടെ ആര് വരെയാണ്, നമ്മളുടെ കൊനോഹമാറു വരെയാണ്, മറ്റേ ഗാർഡൻ വരെയാണ്, രണ്ടിനെയും അടിച്ചെറുപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊനോഹമാറു എന്ന് നമ്മളുടെ നറൂട്ടോ വിളിക്കുന്നുണ്ട്. നറൂട്ടോയുടെ അവസ്ഥ കണ്ട് കാവാക്കി എന്താണ് പിന്നെയും ജിഗന് നേരെ തന്നെ തിരിയാണ്. നറൂട്ടോ ആണെങ്കിൽ അവിടെ നിന്ന് കൊനോഹമാറു എന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ജിഗനാണെങ്കിൽ നീ അത്രയ്ക്കും ധൈര്യം ഉണ്ടോ, നിന്റെ ആരായവൻ ഇത്ര പെട്ടെന്ന് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്തോ, ഹൊക്കാഗെ അവൻ വെറും ഒരു വേസ്റ്റ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഇവരൊക്കെ മനുഷ്യരാണ്, ഒന്നിനും കൊള്ളാത്തവൻ, എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഹൊക്കാഗെ പറ്റി ഒരു വാക്ക് നീ പറയരുതെന്നും പറഞ്ഞ് സൗണ്ടും മാറി മൊത്തത്തിൽ ഗത്തായിട്ട് നമ്മളുടെ കവാക്കി നിൽക്കുകയാണ്. ഇത് കണ്ട നമ്മളുടെ കോജികാഷിൻ ഇത് നടക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നറൂട്ടോ കുറാമ മോടി പോയിട്ട് നമ്മളുടെ കവാക്കിനെ വന്ന് രക്ഷിച്ചിട്ട് നമ്മളുടെ ജിഗനോട് പറയണം, നിന്റെ കയ്യിൽ ഞാൻ തരൂലെന്ന്. ജിഗൻ പെട്ടെന്ന് കാമമോടി പോയിട്ട് നമ്മളുടെ നറൂട്ടോയ്ക്ക് നേരെ അറ്റാക്ക് തൊടുത്തു വിടാണ്. നറൂട്ടോയുടെ ചക്ര എടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നറൂട്ടോയ്ക്ക് നേരെ ടെയിൽഡ് ബേസ് ബോൾ ആണ് എടുക്കുന്നത്. അപ്പോൾ നറൂട്ടോയ്ക്കും ഇത് മുമ്പ് എവിടെയോ മനസ്സിലായ ചക്ര പോലുണ്ട്. ഇതിൽ കാമ കൂടെ അടങ്ങിയേക്കുന്നത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം എഫക്റ്റ് വരുമെന്ന് കവാക്കിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് അത്രത്തോളം വലുതായിട്ട് എടുക്കാനായിട്ട് നമ്മളുടെ ജിഗനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഇത് എടുക്കുമ്പോൾ ഇതിൽ കർമ്മ കലരുന്നതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സ്ട്രൈക്കാണ്. വില്ലേജ് തന്നെ നശിച്ചു പോവും, ഞാൻ വരാം എന്ന് നമ്മളുടെ കവാക്കി പറയാണ്. പോവണ്ട, നിന്നോട് ആര് പറഞ്ഞു ഇത് സമ്മതിക്കാൻ, ഞാൻ നിന്നെ കൊടുക്കൂല എന്ന് പറഞ്ഞ നറൂട്ടോ നിൽക്കുകയാണ്. നീ തരണമെന്ന് ആദ്യം ആര് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും നിന്നെ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ നറൂട്ടോനെ പൊക്കി പോവാണ്. കാരണം നറൂട്ടോ ആണല്ലോ ഇപ്പോൾ പ്രശ്നം അവനെ അങ്ങ് മാറ്റിയാൽ ആ പ്രശ്നം അങ്ങ് തീർന്നു എന്നും പറഞ്ഞു. അങ്ങനെ നമ്മളുടെ കവാക്കി എന്നെ അവിടെ ആക്കി നറൂട്ടോനെ കൊണ്ട് ജിഗൻ വേറൊരു ഡയമെൻഷനിൽ പോവാണ്. ഇവിടെ കിടക്ക്, ഞാൻ നിനക്ക് തേടി വരും, ഇപ്പോൾ എനിക്ക് സമയമില്ലെന്ന് പറയുമ്പോൾ വെയിറ്റ്, ഞാൻ പറയുന്നത് നീ കേൾക്ക്, നിന്നെ ഞാൻ കൊല്ലും. അത് മാത്രമല്ല കവാക്കിനെ തുടങ്ങാൻ സമ്മതിക്കത്തില്ല. നീ ബൊറൂട്ടോനൊക്കെ എന്തിനാ അന്വേഷിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നറൂട്ടോ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു സമയവും ഇല്ല, പക്ഷെ നീ ഇവിടെ കിടന്ന് സംസാരിക്കുന്ന കേട്ടാ എനിക്ക് തോന്നുന്നു നിന്നെ ഇവിടെ വെച്ച് തീർത്തിട്ട് പോകണമെന്ന്. പക്ഷേ എനിക്ക് ഉത്തരവാദിത്വമായിട്ട് അത്യാവശ്യമായിട്ട് തീർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അത് തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഇവിടെ കിടന്ന് നീ ഫെയർവെൽ ആഘോഷിച്ചോ നറൂട്ടോ ഉസ്മാക്കി എന്ന് നമ്മളുടെ ആര് പറയാണ്, ജിഗൻ. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി അങ്ങോട്ടേക്ക് വരാണ്. നീ എങ്ങോട്ട് പോകുന്നു ജിഗൻ എന്ന് സാസ്കി ചോദിക്കുകയാണ്. അനിയൻ ഭാവയും ചേട്ടൻ ഭാവയും ഒന്നിച്ചോ, നിന്നെ രണ്ടിനെയും തീർക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ നറൂട്ടോ പറയണം, തോന്നുന്നുണ്ടെന്നൊന്നുമില്ല, നിന്നെ തീർത്തിട്ടേ ഞങ്ങൾ പോകണുള്ളെന്നും പറഞ്ഞ് നിൽക്കാം. അപ്പോൾ നമ്മളുടെ ഷിക്കമാറിൻ്റെ നമ്മളുടെ ഇനോസൻ കണക്ട് ചെയ്തിട്ട് പറയാണ്, നറൂട്ടോൻ്റെ ചക്ര ഇവിടെ നിന്ന് ഡിസപ്പിയർ ആയി. എങ്ങോട്ട് പോയെന്ന് നമ്മളുടെ ഷിക്കമാറു ചോദിക്കുമ്പോൾ അതറിയാൻ വയ്യ, വീട്ടിൽ നിന്നാണ് കാണാതായത്. എങ്ങനെ അവിടെ കവാക്കി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കവാക്കി ഉണ്ട്. ആ ഒരു അൺയൂഷ്വൽ ചക്ര, ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനം നമ്മളുടെ വില്ലേജിലേക്ക് കയറി. അതെവിടെ കയറിയെന്ന് പോലും ആദ്യം മനസ്സിലായില്ലായിരുന്നു. അതെവിടെയാണ് കയറിയെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ നറൂട്ടോയുടെ വീട്ടിലാണ് കയറിയെന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല, പക്ഷേ വില്ലേജിൻ്റെ ബൗണ്ടറി പാസ് ചെയ്യാതെയാണ് അത് കയറിയേക്കുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാണ് നീ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ ഇനോയ്ക്കും അറിയാൻ വയ്യ ഇതുവരെ എങ്ങനെ കയറിയെന്ന്. എന്തായാലും നമ്മളുടെ കവാക്കിയുടെ കാര്യം ചോദിക്കുമ്പോൾ കവാക്കി ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഉസ്മാക്കി ഹൗസിലേക്ക് പോവാം, പെട്ടെന്ന് തന്നെ ടീമിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഷിക്കമാറു കമാൻഡ് എടുക്കുകയാണ്. ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ നറൂട്ടോനെയും സാസ്കിനെയാണ്. കൃത്യമായിട്ട് ജിഗനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ജിഗൻ ഡിസപ്പിയർ, അതായത് മാഞ്ഞു പോയി വേറൊരു സ്ഥലത്ത് തെളിഞ്ഞു വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ലൈറ്റ്നിങ് സോഡും റസങ്കനും പോലും അവൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഷാഡോ ക്ലോൺസിനെ യൂസ് ചെയ്ത് നറൂട്ടോ ജിഗന് നേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ സോഡ് യൂസ് ചെയ്ത് ജിഗൻ അറ്റാക്ക് ചെയ്യാണ്. ആ സോഡ് കാണാനായിട്ട് സാസ്കിക്ക് പോലും പറ്റുന്നില്ല. റെനിഗൻ ഉണ്ടായിട്ട് നിനക്ക് പറ്റുന്നില്ല എന്ന രീതിയിൽ ജിഗൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നറൂട്ടോ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന്. അപ്പോൾ സാസ്കി പറയാണ്, ഇവൻ്റെ ഒരു സീക്രട്ട് എനിക്ക് മുമ്പേ അറിയാം, മറ്റൊരു സീക്രട്ട് എനിക്കിപ്പോൾ മനസ്സിലായി. ഇവൻ ഇതെല്ലാം ചെറുതാക്കിയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നറൂട്ടോയോട് പറയാണ്, അതായത് ഇവൻ ഡിസപ്പിയർ ആവല്ല ചെയ്യുന്നത്, മാഞ്ഞു പോവല്ല ചെയ്യുന്നത്, അവൻ അവിടെ ചെറുതാവുമ്പോൾ ഈ അറ്റാക്ക് മാറിപ്പോവും. അതുപോലെ തന്നെ ഈ റോഡില്ലേ അതും അവൻ ചെറുതാക്കിയാണ് അയക്കുന്നതെന്ന് പറയണം. ഇതും പറഞ്ഞ സാസ്കിക്ക് നെഞ്ച് കുത്തിയിരുന്ന റോഡ് നമ്മളുടെ സാസ്കി വലിച്ചൂരി കളയാണ്. എന്നിട്ട് നമ്മളുടെ സാസ്കി പറയാണ് ഇവൻ്റെ രണ്ടാമത്തെ സീക്രട്ട് എന്താണെന്നറിയോ. എന്താണെന്ന് നറൂട്ടോ ചോദിക്കുമ്പോൾ നമ്മളുടെ ജിഗൻ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ റസങ്കൻ എടുത്തിട്ട് നമ്മളുടെ ജിഗന് നേരെ അറ്റാക്ക് ചെയ്യാണ്. അവന് നേരെ അറ്റാക്ക് ചെല്ലുമ്പോൾ ജിഗൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ജിഗൻ പേടിച്ചെന്ന് മനസ്സിലായെങ്കിലും സാസ്കി പറയാണ് നറൂട്ടോ ഇത് വേണ്ട, കാരണം നറൂട്ടോയുടെ ചക്രയാണ് ഇവിടെ ലൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്, നറൂട്ടോയുടെ ജീവനാണ് ഇപ്പോൾ ആപത്ത് വരാൻ പോകുന്നത്, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് നറൂട്ടോട്
പറയുമ്പോൾ നറൂട്ടോ നിർത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്ലാൻ മനസ്സിലുള്ളതുപോലെ. സാസ്കിയും പിന്നെ ഒട്ടും കൊടുക്കുന്നില്ല, സഹായിക്കാൻ തന്നെ തീരുമാനിച്ചേക്കാണ്. രണ്ടുപേരുടെ അറ്റാക്ക് കാരണം ഈ ഒരു റസങ്കൻ അബ്സോർബും ചെയ്യുന്നത് കാരണം നമ്മളെ ജിഗന് പെട്ടെന്ന് എന്തോ ഒരു ഫോമിലേക്ക് പോവാണ്. ജിഗനെ അറ്റാക്ക് കൊള്ളുകയാണ്. വേറൊരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് ജിഗൻ എന്ത് ചെയ്യാണ്, അവൻ്റെ അടുത്ത ഫോം എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ നറൂട്ടോ ചെയ്തത് ഡെൽറ്റയോട് ചെയ്ത അതേ സംഭവമാണ്. അവൻ്റെ മാക്സിമം അബ്സോർബ് ചെയ്യാൻ വെച്ചു. അബ്സോർബ് ചെയ്തപ്പോൾ ജിഗൻ വേറൊരു ഫോമിലേക്ക് പോയി ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ജിഗൻ അതിലേക്ക് പോയതിനു ശേഷം പറയാണ്, ഇത് ആരും അങ്ങനെ കണ്ടിട്ടില്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം നിങ്ങൾ ജീവനോടെ ഇവിടുന്ന് പോകാൻ പോകണില്ല. അങ്ങനെ നമ്മളുടെ സാസ്കി പറയാണ്, ഞാൻ പറയാൻ വന്ന രണ്ടാമത്തെ സീക്രട്ട് ഇതാണ്, ഇവൻ ഒറ്റോട്സുക്കി ക്ലാനിലാണെന്ന്. അതിനുശേഷം നമ്മളുടെ കവാക്കി, സറാഡ, മിറ്റ്സുക്കി, ബോറുഡിനെ കാണിക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കുകയാണ്. കവാക്കി നടന്ന സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നറൂട്ടോ എന്നാൽ പിന്നെ ഇവനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇത് മാത്രമല്ല, ഇവൻ്റെ കയ്യിൽ 10 ടെയിലും ഉണ്ടെന്ന് പറയാണ്. അതോടെ നമ്മളുടെ നറൂട്ടോ ഒന്ന് തീരുമാനിക്കുകയാണ്, ഇവനെ ഇവിടെ നിന്ന് വെറുതെ വിടത്തില്ല, ഇവനെ കൊന്നിട്ടേ നമ്മൾ പോകുന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് നമ്മളുടെ ജിഗൻ ചോദിക്കുമ്പോൾ നമ്മളുടെ സാസ്കി നറൂട്ടോണ്ട് പറയാണ്, അതായത് ഞാൻ ആ ഡയമെൻഷനിൽ പോയി അവിടെ വെച്ച് ഞാൻ കണ്ടു നമ്മളുടെ 10 ടെയിലിനെ ഇവർ വെച്ചേക്കുന്നതെന്ന്. എന്നിട്ട് ടപ്പേന്ന് പറഞ്ഞ സാസ്കി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സുസനോ ഫോമിലേക്ക് പോകുന്നുണ്ട്. നീ എങ്ങനെ ആ ഡയമെൻഷനിൽ പോയി എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരവൊന്നും നമ്മളുടെ സാസ്കി പറയുന്നില്ല. സാസ്കി സുസനോ പോയത് കണ്ടതും നറൂട്ടോ എന്തെയാണ്, കുറാമ മോടിപ്പോവാണ്. രണ്ടുപേരും മാസമായിട്ട് ഗത്തായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ജിഗനാണെങ്കിൽ ഇത് ഞാൻ കാണാനായിട്ട് ആഗ്രഹിച്ചതായിരുന്നു, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ജിഗൻ്റെ ഫൈറ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, കിടിലമായിട്ട് ജിഗൻ എന്ത് ചെയ്യുന്നുണ്ട്, സുസനോനെയും നമ്മളുടെ കുറാമേനെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുറാമേനെയും പറയൊന്നും വേണ്ട, ജിഗൻ്റെ അടുത്തുള്ള കട്ട വാശിയിലാണ് കുറാമ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. സുസനോയുടെ മണ്ടയ്ക്ക് ഒന്ന് സാസ്കിനെ അടിച്ചിടുകയാണ്. എന്നിട്ട് പറയാണ്, സ്പീഡ് ഭയങ്കര കുറവാണല്ലോ മോനെ, സുസനോ വെച്ചിട്ട് ഇങ്ങനെയാണോ നീ പെരുമാറുന്നേ എന്നും പറഞ്ഞ് ജിഗൻ എന്ത് ചെയ്യണം, അവനെ അടിച്ചിട്ട് റോഡ് തറയ്ക്കാൻ നോക്കുകയാണ്. സാസ്കി റെനിഗൻ യൂസ് ചെയ്ത് മാറ്റി വിടുന്നുണ്ട്. അത് കണ്ട് ജിഗൻ ഉടനെ പോയിട്ട് നറൂട്ടോയുടെ വയറ്റിനിട്ട് ഒരു പഞ്ച് കൊടുക്കുകയാണ്. നറൂട്ടോ തുപ്പുന്നുണ്ട്. നറൂട്ടോയ്ക്ക് നേരെ അങ്ങനെ ഒരു അറ്റാക്ക് ഇപ്പോൾ സാസ്കിയോ നറൂട്ടോയെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം വെടിപ്പായിട്ട് സംഭവങ്ങൾ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നറൂട്ടോ എന്ന് നമ്മളുടെ സാസ്കി വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നറൂട്ടോയുടെ കുറാമ ഡിസപ്പിയർ ആവുന്നുണ്ട്. നറൂട്ടോയുടെ സ്ഥാനത്ത് സാസ്കി റെനിഗൻ യൂസ് ചെയ്ത് എന്താണ് ടെലിപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മളുടെ നറൂട്ടോ റസങ്കനും എടുത്ത് വന്നിട്ട് ജിഗനെ അറ്റാക്ക് ചെയ്യാണ്. അതും പറഞ്ഞ് സാസ്കി നമ്മളുടെ സോഡും എടുത്തിട്ട് വന്ന് ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്കും കൊടുക്കുകയാണ്. രണ്ടും ജിഗൻ അങ്ങനെ അബ്സോർബ് ചെയ്ത് പിടിക്കുമായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് അവസാനം അടവന്ന രീതിയിൽ അമ്മ ഡ്രസ്സ് വിട്ടു കൊടുക്കുന്നത്. കൊത്തി തീരട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു രീതിയിലും നടക്കുന്നില്ല. ജിഗൻ അതും അബ്സോർബ് ചെയ്യാണ്. ഞെട്ടിപ്പോയി സാസ്കിയും നറൂട്ടോയും, ഇവൻ ആരിത് അമ്മ ഡ്രസ്സ് വരെ അബ്സോർബ് ചെയ്തോന്ന്. ജിഗൻ അറിയാം ഇതെന്താന്ന്, എന്നാൽ തന്നെയും ജിഗൻ ഇവരെ കളിയാക്കാൻ വേണ്ടി, ഇത് വലിയ ജുത്സു ആയിരുന്നോ, എന്നാൽ കുറച്ച് നേരം നിർത്തിയിട്ട് പിടിക്കണമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വയറ്റിൽ ക്രാക്ക് വീഴുന്നത്. ജിഗൻ കൂടുതൽ ഒരു അറ്റാക്കും ചെയ്യുന്നില്ല, ഇവർ അനങ്ങാതെ, ഇവർ അറ്റാക്ക് ചെയ്യാതെ ഇവരുടെ നെഞ്ചുകൂടെയും വയറ്റുകൂടെയൊക്കെ റോഡ് കുത്തി അനങ്ങാൻ മേലാത്ത പോലെ നിർത്തുകയാണ്. നറൂട്ടോ ആണെങ്കിൽ സാസ്കിയോട് പൊക്കോളാൻ പറയാണ്. സാസ്കി പറയണില്ല, ഞാനിപ്പോൾ ഇവിടുന്ന് പോയാൽ എനിക്കിപ്പോഴൊന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല, കാരണം എനിക്കിപ്പോൾ ടെലിപ്പോർട്ട് ചെയ്ത് ഒരു ഡയമെൻഷൻ ഓപ്പൺ ചെയ്യാനുള്ള ചക്ര എൻ്റെ കയ്യിലില്ല, അത് റിക്കവർ ആവാനായിട്ട് കുറേ അധികം ദിവസം എടുക്കും. നറൂട്ടോ ചോദിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ടെലിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചക്ര ഉണ്ടെന്ന്. ഒരു പ്രാവശ്യം ഒന്ന് സാസ്കി പറയണം, അതായത് ഒന്നെങ്കിൽ ഇവിടുന്ന് രണ്ടുപേരും കൂടെ പുറത്തു പോകണം, ഒരാൾ പോയാൽ ഇപ്പോൾ പറയാനൊന്നും പറ്റത്തില്ല, അതാണ് സാസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നറൂട്ടോ പറയാണ്, ധൈര്യമായിട്ട് പൊക്കോ, ഇവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം എൻ്റെ ഉള്ളിൽ കുറാമയുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്. കുറാമയും അത് തന്നെയാണ് പറയുന്നത്, നറൂട്ടോയുടെ ഉള്ളിൽ കുറാമ ഉള്ളിടത്തോളം കാലം ഇവനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്. ഇവൻ കിടന്ന് സംസാരിക്കുകയാണ്. നറൂട്ടോ ചോദിക്കുകയാണ്, നിന്റെ വയറ്റിലെ ക്രാക്ക് വീണത് കൊണ്ടല്ലേ നീ അനങ്ങാൻ മേലാത്ത പോലെ നിർത്തിയിട്ട് വന്നു. കുറാമ പറയാണ്, നീ എന്തിനാ ഇപ്പോൾ അത് പറഞ്ഞ, അത് പറയരുത് നറൂട്ടോ എന്ന്. നറൂട്ടോ പിന്നെയും ജിഗനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നറൂട്ടോയുടെ നേർക്ക് ശ്രദ്ധ കൊണ്ടുവന്നിട്ട് സാസ്കിനെ രക്ഷപ്പെടുത്താനായിട്ട് നറൂട്ടോ നോക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നറൂട്ടോ പറയുന്നുണ്ട്, ഓട് സാസ്കി പോ, ഇവിടുന്ന് നീ പോ, നീ മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞ് നറൂട്ടോ ബഹളം വെക്കാൻ തുടങ്ങുകയാണ്. നീ വിഷമിക്കേ വേണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോകാൻ പറയാണ്. നിന്നെ കൊണ്ട് ഇപ്പോൾ ഒട്ടും പറ്റത്തില്ല സാസ്കി, നീ ഒരു മിഷൻ കഴിഞ്ഞിട്ടൊക്കെ വന്നേയല്ലേ, നീ പോ എന്ന് നമ്മളുടെ സാസ്കിയോട് പറയാണ്. സാസ്കി എന്തിയാണ്, ഒരു ഗതിയില്ലാതെ സാസ്കി അവിടെ നിന്ന് പോവാണ്. ജിഗൻ ഓടി എത്തുന്നതിന് മുമ്പ് സാസ്കി പോയി കഴിഞ്ഞു. സാക്കുരയുടെ മുമ്പിലാണ് സാസ്കി പോയി വീഴുന്നത്. ജിഗൻ പറഞ്ഞ, അങ്ങനെ അവൻ നിന്നെ ഇട്ടേച്ചും പോയി, നീ ഇനി ഇവിടെ കിടന്ന് എന്താ നീ ചെയ്യാൻ പോകുന്നതെന്ന്. സാസ്കി പോയതും ജിഗൻ പറയാണ്, അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ ഇതേ ഡയമെൻഷനിൽ വന്ന് കാണും, അന്ന് ഞാൻ നിന്റെ കഥ തീർക്കുമെന്ന്. ഞാൻ കാത്തിരിക്കാം, നീ മറക്കരുതേ എന്ന് നമ്മളുടെ നറൂട്ടോ പറയണം. നീ ഇങ്ങനെ ചൊറിയുന്നത് നിന്നെ ഇവിടെ വെച്ച് തന്നെ തീർക്കണം എന്ന് എനിക്കുണ്ടെന്ന് നമ്മളുടെ ജിഗൻ പറയാണ്. പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പിന്നെയും നറൂട്ടോ ചൊറിയാണ്.
നമ്മുടെ ജിഗൻ ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും എന്നിട്ട് പിന്നെയും ജിഗൻ നറൂട്ടോയ്ക്ക് നേരെ വരാണ്. ഒരു ടോഡ് ഇതെല്ലാം കണ്ടിരിപ്പുണ്ട് കോജികാഷിയുടേത്. അങ്ങനെ കോജികാഷി പറയാണ്, നല്ല ഇൻഫോർമേഷൻ ജിഗൻ, നല്ല ഇൻഫോർമേഷൻ, എനിക്ക് കാര്യമായിട്ടുള്ള കാര്യം കിട്ടിയിട്ടുണ്ടെന്ന്. അതിനുശേഷം നമ്മളെ കവാക്കിനെ കാണിക്കുകയാണ്. കവാക്കി ആണെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ച് എനിക്ക് വേണ്ടി ഹൊക്കാഗെ ഇത് ചെയ്തല്ലോ എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ കൈ പൊട്ടി നിലത്ത് വീഴാണ്. അതിനർത്ഥം നറൂട്ടോയുടെ ചക്രയാണല്ലോ കയ്യിലുള്ളത്. അതിനർത്ഥം നറൂട്ടോ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ്. അതായത് ഈ കൈ വെക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നറൂട്ടോ ഉറങ്ങുമ്പോൾ കോൺഷ്യസ് അല്ലാതെ പോകുമ്പോൾ ഒക്കെയാണ് ഈ ചക്ര പോകുന്നത്. അപ്പം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിനർത്ഥം നറൂട്ടോ മരിച്ചോ എന്നാണ്. അപ്പോൾ അതോർത്ത് നമ്മളുടെ കവാക്കി ടെൻഷൻ ആവുന്നിടം വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ.